ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ. സുഖാണോ? സന്തോഷാണോ? എന്ത് സന്തോഷം! എങ്ങനെയൊക്കെ പോകണം അല്ലേ? പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടെ ഈ പരിശുദ്ധമായ ദേവാലയത്തിൽ വരുവാനും പരിശുദ്ധ അന്ത്രയോസ് പിതാവിൻ്റെ ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ദൈവവചന ശുശ്രൂഷയിൽ ഇന്നത്തെ ഈ നിമിഷങ്ങൾ ചെലവഴിക്കുവാനും കർത്താവ് നൽകിയ കൃപയ്ക്കായിട്ട് ദൈവത്തോട് നന്ദി പറയുകയാണ്. അച്ഛനെ മുൻപ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാണാത്തതാണ് ഭാഗ്യം. ഞാൻ ഈ അടുത്ത സ്ഥലത്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഈ പോണ സ്ഥലത്തൊക്കെ ആമുഖമായിട്ട് 2-3 കാര്യങ്ങൾ അച്ഛൻ ഓർമ്മപ്പെടുത്തിയിട്ടാണ് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാറ്. അപ്പം അത് ഇവിടെയും പറഞ്ഞ് തുടങ്ങണം എന്നാണ് അച്ഛൻ ആഗ്രഹിക്കുന്നത്. അപ്പം നിങ്ങൾ ചിന്തിക്കരുത് ഇങ്ങേർക്ക് ഇത് മാത്രമേ ഉള്ളോ എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. പ്രിയപ്പെട്ടവരെ, ദൈവവചനം നമ്മൾ ശ്രവിക്കാനിരിക്കുമ്പോൾ പ്രത്യേകമായിട്ട് ഓർക്കേണ്ട 2-3 കാര്യങ്ങൾ അച്ഛൻ ആമുഖമായിട്ടൊന്ന് ഓർമ്മപ്പെടുത്തട്ടെ. ഒന്നാമത്തെ കാര്യം, തുറന്ന മനസ്സോടുകൂടെ വേണം ദൈവവചനം കേൾക്കാൻ. തുറന്ന മനസ്സോടുകൂടെ വേണം ദൈവവചനം കേൾക്കാൻ. 45-ാം സങ്കീർത്തനം 10-ാമത്തെ തിരുവചനം. വേദപുസ്തകം കൊണ്ടുവന്നിട്ടുള്ളവർ എല്ലാവരും തുറക്കുക. കൊണ്ടുവരാത്തവര് എൻ്റെ മുഖത്ത് നോക്കിയിരിക്കുക. കൊണ്ടുവന്നിട്ടുള്ളവർ എല്ലാവരും തുറക്കുക, അല്ലാത്തവരൊക്കെ ശ്രദ്ധിച്ചിരിക്കുക. 45-ാം സങ്കീർത്തനം 10-ാമത്തെ തിരുവചനത്തിൽ പറയുന്നു, അല്ലയോ മകളെ, കേൾക്കുക, നോക്കുക, ചെവി ചായിക്കുക. അല്ലേ? അല്ലയോ മകളെ, കേൾക്കുക, നോക്കുക, ചെവി ചായിക്കുക. അപ്പോൾ തുറന്ന മനസ്സോടുകൂടെ ദൈവവചനം നമ്മൾ കേൾക്കണം. ഇവിടെ മഴ പെയ്തോ? ഇവിടെ അടുത്തെങ്ങാനും മഴ പെയ്തോ? ഇല്ല, പെയ്തു അല്ലേ? ഇന്നും മഴയ്ക്കുള്ളൊരു സാധ്യതയുണ്ട്. ഈ മഴയുള്ള ഒരു ദിവസം ഒരു വലിയ വാർപ്പും ഒരു കുപ്പിയും വെക്കണം. വാർപ്പ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു വലിയ വാർപ്പും കുപ്പിയും വെക്കുക. 2 മണിക്കൂർ നന്നായിട്ട് ഇങ്ങനെ മഴ പെയ്തു. മഴ പെയ്തതിന് ശേഷം വാർപ്പും കുപ്പിയും പരിശോധിച്ച് നോക്കുക. വാർപ്പിൽ ധാരാളം വെള്ളം ലഭിക്കും, കുപ്പിയിലാണെങ്കിലോ കുറച്ച് വെള്ളം ലഭിക്കുള്ളൂ. എന്തുകൊണ്ടാണ് വാർപ്പിൽ ധാരാളം വെള്ളം ലഭിക്കുന്നത്? അതിൻ്റെ വാവട്ടം വലുതായതുകൊണ്ടാണ് അല്ലേ? കുപ്പിയുടെ വാവട്ടം ചെറുതായതുകൊണ്ട് കുറച്ച് വെള്ളം ലഭിക്കുള്ളൂ. അപ്പോൾ നമ്മൾ വന്നതുകൊണ്ട് കാര്യമില്ല അല്ലേ? റേഡിയോ പരസ്യം പറയുന്നത് പോലെ കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ അല്ലേ? അപ്പോൾ അങ്ങനെ കാര്യമില്ല. മറിച്ച് തുറന്ന മനസ്സോടുകൂടെ വേണം ദൈവവചനം കേൾക്കാൻ. ദൈവവചനം കേൾക്കാൻ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാമത്തെ അധ്യായം 1 മുതലുള്ള തിരുവചനം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാമത്തെ അധ്യായം 1 മുതലുള്ള തിരുവചനം. യഹോവയിൽ നിന്ന് യിരെമ്യാവിനുണ്ടായ അരുളപ്പാട് ഉണ്ടായതെന്നാൽ, നീ യഹോവയുടെ ആലയത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് യഹോവയെ നമസ്കരിക്കുവാൻ ഈ വാതിൽ കൂടി കടക്കുന്നവനായ എല്ലാ യഹൂദ നിവാസികളുമേ, യഹോവയുടെ അരുളപ്പാട് കേൾക്കുവിൻ. യഹോവയുടെ അരുളപ്പാട് കേൾക്കുവിൻ. അതിനുശേഷം പറയാണ്, നിങ്ങളുടെ നടപ്പും പ്രവൃത്തികളും നന്നാക്കുവിൻ, എന്നാൽ ഞാൻ നിങ്ങളെ ഈ സ്ഥലത്ത് വസിക്കുമാറാക്കും. കണ്ടോ? അപ്പോൾ നമ്മൾ പരിശുദ്ധ അന്ത്രയോസ് പിതാവിന്റെ ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ദൈവവചന ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോൾ തുറന്ന മനസ്സോടുകൂടെ നമ്മൾ ദൈവവചനം കേൾക്കണം. കേൾക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ നടപ്പിലും വാക്കിലും പ്രവൃത്തിയിലും നമുക്ക് എന്ത് സംഭവിക്കണം? മാറ്റം ഉണ്ടാകണം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ രാജഭൃത്യന്റെ മകനെ സുഖപ്പെടുത്തുന്ന ഒരു ഭാഗമാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. അതിന് 4-ാമത്തെ അധ്യായം 50-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, യേശു അവനോട്, പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ആ മനുഷ്യൻ പോയി. അപ്പോൾ ചെന്നപ്പോൾ എങ്ങനെയാണ്? മകൻ ജീവിച്ചിരിക്കുന്നതായിട്ട് കാണപ്പെട്ടു. അപ്പോൾ കണ്ടോ,
അപ്പൊ തുറന്ന മനസ്സോടുകൂടെ ഈ ജീവനുള്ള വചനം നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തില് നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ, ഈ ദൈവവചനം വിശ്വസിക്കുമ്പോൾ നമുക്ക് എന്ത് ഉണ്ടാകും? നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ തുറന്ന മനസ്സോടുകൂടെ വേണം ദൈവവചനം കേൾക്കാൻ. 2, കർത്താവെ എന്നോട് വ്യക്തിപരമായും സംസാരിക്കണമേ. കർത്താവെ ഞങ്ങളോടല്ല, എന്നോട് വ്യക്തിപരമായും സംസാരിക്കണം. ഈ ദൈവത്തിന്റെ വചനത്തിന് വളരെ പ്രത്യേകതയുണ്ട്. ദൈവവചനം എന്ന് പറയുന്നത് പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയാണെന്നാണ് പറയുന്നത്. പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയാണ്. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 23-ാമത്തെ അധ്യായം 29-ാമത്തെ വാക്യം. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 23-ാമത്തെ അധ്യായം 29-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എന്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയുമാകുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ദൈവവചനം ഇങ്ങനെ നമ്മൾ തുറന്ന മനസ്സോടുകൂടെ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും അല്ലേ? എന്റെ ജീവിതത്തിൽ വചനം കേട്ടിട്ട് മാറ്റമുണ്ടായാൽ എന്റെ വീട്ടിലൊരു മാറ്റം ഉണ്ടാവോ? പിന്നെ ഉണ്ടാവുക. എന്റെ വീട്ടിലൊരു മാറ്റം ഉണ്ടായാലോ എന്റെ സമൂഹത്തിലൊരു മാറ്റം ഉണ്ടാകും. നമ്മളെവിടെ പോയാലും ഒരു മാറ്റം ഉണ്ടാവും. ഷാലോം എന്ന് പറയുന്ന ചാനൽ നിങ്ങൾ കാണാറുണ്ടോ? അതേത് ചാനലാണ് അത്? ഷാലോം ചാനലിന്റെ ചെയർമാൻ ബെന്നി പുന്നത്തറ എന്ന് പറയുന്ന സാറ്. ആ സാറ് ഇങ്ങനെ ഒരിക്കലും ഒരു സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇങ്ങനെ പ്രസംഗിക്കുകയാണ്. അദ്ദേഹം കുറെ വേദവാക്യങ്ങളൊക്കെ പറയുന്നുണ്ട്. റോമർക്ക് എഴുതിയ ലേഖനം, കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഏറ്റവും പിന്നിലിരുന്ന ഒരു വല്യപ്പച്ചൻ എണീറ്റിട്ട് പറഞ്ഞു, സാറേ, റോമാക്കാർക്കും കൊരിന്ത്യക്കാർക്കൊക്കെ എന്തെങ്കിലും എഴുതിക്കോട്ടെ, ഇന്ത്യക്കാർക്ക് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് പറയണമെന്ന്. റോമാക്കാർക്കും കൊരിന്ത്യക്കാർക്കൊക്കെ എന്തെങ്കിലും എഴുതിക്കോട്ടെ, ഇന്ത്യക്കാർക്ക് എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് പറയാം. അപ്പൊ ആളുകൾ ചിരിച്ചു. പക്ഷെ ബെന്നി പുന്നത്ര സാറ് ചിരിച്ചില്ല. കാരണം ദൈവവചനം എന്ന് പറയുന്നത് വ്യക്തിപരമാണ്. എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടായാൽ എൻ്റെ വീട്ടിൽ ഒരു മാറ്റം ഉണ്ടാവും. അതാണ് ഈ വചനത്തിന്റെ പ്രത്യേകത. നമുക്ക് നോക്കാം. എബ്രായർക്കുള്ള ലേഖനം 4-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം. അച്ഛൻ ഇങ്ങനെ ഈ വചനം പറയണത് നിങ്ങൾ ഇങ്ങനെ എഴുതിയെടുത്ത് വീട്ടിൽ പോയി അടുത്ത കുഞ്ഞുങ്ങളുടെ വെക്കേഷൻ വരുമ്പോ എഴുതി വെച്ച നോട്ട് ബുക്ക് അവരുടെ കൂടെ കൊടുക്കരുത്. മറിച്ച് ഇന്ന് വീട്ടിൽ പോയിട്ട് ഇത് വായിക്കണം. എബ്രായർക്കുള്ള ലേഖനം 4-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ് തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും അസ്ഥിമജ്ജകളെയും വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും. അത് കണ്ടോ? ദൈവവചനത്തിന്റെ പ്രത്യേകത കണ്ടോ? നമ്മൾ നോക്കിക്കോ, വേദപുസ്തകം എടുക്കുമ്പോഴാണ് അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴാണ് അല്ലേ? നോക്കിക്കോ, ശ്രദ്ധിച്ചു നോക്കിക്കോ പ്രിയപ്പെട്ടവരെ. ദൈവവചനത്തിന്റെ പ്രത്യേകത പറയണം, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. നമ്മുടെ ഹൃദയ വികാരങ്ങളെ വിവേചിച്ചറിയുന്നതാണ്. അതുകൊണ്ടാണ് കർത്താവെ എന്നോട് വ്യക്തിപരമായും സംസാരിക്കണമേ. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ തിമോത്തിയോസിற்கு എഴുതിയ 2-ാം ലേഖനം അതിന്റെ 3-ാമത്തെ അധ്യായം 16-17 വാക്യം. 2 തിമോത്തിയോസിற்கு എഴുതിയ 2-ാം ലേഖനം 3-ാമത്തെ അധ്യായം 16-17 വാക്യം. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസനീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല പ്രവൃത്തികൾക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയുടെ അഭ്യാസനത്തിനും പ്രയോജനമുള്ളതാകുന്നു. കണ്ടോ? തിരുവചനം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഉപദേശത്തിന്, ശാസനത്തിന്, തെറ്റുതിരുത്തലിന്, നീതിയുടെ അഭ്യസനത്തിന് ഉപകരിക്കുന്നു. 2 തിമോത്തിയോസ് 3-ാമത്തെ അധ്യായം 16-17 വാക്യം. കണ്ടോ? അപ്പോൾ കർത്താവെ എന്നോട് വ്യക്തിപരമായും സംസാരിക്കണം. ഒന്നെന്താ പറഞ്ഞേ? തുറന്ന മനസ്സോടുകൂടെ വേണം ദൈവവചനം കേൾക്കാൻ. 2, കർത്താവെ എന്നോട് വ്യക്തിപരമായും സംസാരിക്കണം. അല്ലേ? ഇത് ഇന്ന് എത്രാമത്തെ ദിവസം ദൈവവചനം പറയണേ?
നിങ്ങൾ കേൾക്കാൻ വന്നിട്ടില്ലേ? ഇത് 4ാമത്തെ ദിവസമാണ് അല്ലേ? 4ാമത്തെ ദിവസം അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു പ്രസംഗമൊക്കെ? തിരക്കേണ്. നല്ല പ്രസംഗമായിരുന്നു വെച്ചാൽ അല്ലേ? നല്ല പ്രസംഗമായിരുന്നു അല്ലേ? ഇപ്പൊ നമ്മൾ ഈ അവസാനത്തെ ദിവസമൊക്കെ പ്രസംഗിക്കാൻ പോകുമ്പോ ഈ ആളുകളോട് ചോദിക്കും, ഇപ്പൊ ഈ ചായ ഒക്കെ കൊണ്ടുവന്ന് തരൂല്ലോ നമുക്ക്. അപ്പൊ ചോദിക്കും, എങ്ങനെയുണ്ടായിരുന്നു ഈ വർഷത്തെ കൺവെൻഷൻ? അച്ഛാ മുഖസ്തുതി പറയല്ല, ഉഗ്രം പ്രസംഗമായിരുന്നു അച്ഛാ. ആണോ? അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞേ അച്ഛാ? പറയണ വാക്കുകളുടെ ഉണ്ടല്ലോ, കാണണം അച്ഛാ, അത് കേൾക്കേണ്ടത്, അത് സൂപ്പർ പ്രസംഗമായിരുന്നു അച്ഛാ. അല്ല ഇപ്പൊ എന്തായാലും ഈ ലാസ്റ്റ് ദിവസം വന്നതുകൊണ്ട് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? അപ്പൊ ഞാൻ പറയാൻ പോണത് ആവർത്തന വിരസത വേണ്ടാലോ എന്ന് വിചാരിച്ചിട്ടാണ്. എന്താ പറഞ്ഞേ? വെടിക്കെട്ട് പ്രസംഗമായിരുന്നു അച്ഛാ. കൺവെൻഷൻ തീർന്നു, കണ്ടോ? അപ്പൊ എന്തൊക്കെയായിരുന്നു? നല്ല പ്രസംഗമായിരുന്നു, ഉഗ്രം പ്രസംഗമായിരുന്നു, വെടിക്കെട്ടായിരുന്നു. ഇതിവിടെ കേറിയിട്ടില്ല, എല്ലാം ഇവിടെയാണ് കേറിയേക്കണേ. പക്ഷെ അത് എവിടേക്ക് വന്നിട്ടില്ല, ഇങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല. ഇതിൽ കഥയില്ല. ഇങ്ങനെ കേട്ടോണ്ടിരുന്നിട്ട് വല്ല കഥയുണ്ടോ? ഒരു കഥയില്ല. ഈ കേൾക്കണത് ഈ ചെവിക്കോടെ കേട്ട് ഇവിടെ വരണം. ഇവിടെ വന്ന് നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാവണം? ഒരു പുതുക്കുണ്ടാവണം അല്ലേ? ഒരു രൂപാന്തരീകരണം ഉണ്ടാവണം. അല്ലെങ്കിൽ വെറും പെരുന്നാളിന്റെ കൺവെൻഷൻ തൊലിപ്പുറത്ത് നമ്മൾ വരയ്ക്കുന്ന കുരിശടയാളമായിട്ട് മാറും അല്ലേ? പലപ്പോഴും അങ്ങനെയാണ്. ദൈവവചനം കേൾക്കും, പക്ഷെ ഉള്ളിലേക്ക് കേറൂല. പണ്ട് എൻ്റെ അമ്മ കോഴീനെ പൊരുതിക്ക് വെക്കാറുണ്ട്. പൊരുന്നിക്ക് വെക്കും. അപ്പൊ പൊരുന്നിക്ക് ഇവിടെ എങ്ങനെയാ? വേറെ ഭാഷ, അട വെക്കും അല്ലേ? അട വെക്കും. അപ്പൊ ഞാൻ നോക്കുമ്പോ എൻ്റെ അമ്മ കോഴിമുട്ടയുടെ മുകളിൽ കുരിശു വരയ്ക്കുക. ഇതെന്ത് പരിപാടി ചെയ്യണേ? അപ്പൊ അമ്മച്ചി ഇത് ഇങ്ങനെ കുറെ 10-15 കോഴിമുട്ട വെക്കും. അപ്പൊ അതിന്റെ മുകളിൽ കുരിശു വരയ്ക്കും. അപ്പൊ ഞാൻ അമ്മച്ചോട് ചോദിച്ചു, അമ്മച്ചി എന്തുകൊണ്ട് പരിപാടി കാണിക്കണേ? അമ്മച്ചി എന്തിനീ കോഴിമുട്ടയുടെ മുകളിൽ കുരിശു വരയ്ക്കണേ? സൺഡേ സ്കൂൾ ടീച്ചർ പറഞ്ഞേക്കണേ, നെറ്റിൽ നിന്നും നെഞ്ചിലേക്കും ഇടത്തേതിന്റെ മക്കളായിരുന്നു നമ്മളെ വലത്തേതിന്റെ മക്കളാക്കി തീർത്ത അമ്മച്ചി കോഴിമുട്ടയമ്മ എങ്ങനെ കുരിശു വരയ്ക്കാൻ? അപ്പൊ ഞാൻ അമ്മച്ചോട് ചോദിച്ചു, അമ്മച്ചി ഇത് എന്താന്ന് ചോദിച്ചപ്പോ അമ്മച്ചി പറഞ്ഞു, കോഴിക്കുഞ്ഞിന് സംരക്ഷണം കിട്ടാൻ വേണ്ടിയിട്ടാണ് കോഴിമുട്ടയുടെ മുകളിൽ കുരിശു വരയ്ക്കണേന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, പുറത്തു വരയ്ക്കണ കുരിശെങ്ങനെ അകത്തെ കുഞ്ഞിന് സംരക്ഷണം കിട്ടണേ? അതിന് അത്രയും ശക്തി ഉണ്ടെന്ന്. കണ്ടോ? നമ്മൾ കേൾക്കുന്ന ഈ വചനത്തിന് അത്രയും പവർഫുള്ളാണ്. അത് നമ്മൾ കേൾക്കേണ്ടതുപോലെ കേൾക്കണം. അല്ലയോ മകളെ? കേൾക്കുക, നോക്കുക, ചെവി ചായിക്കുക. വചനം അതുപോലെ നമ്മൾ കേൾക്കണം. അപ്പൊ നമ്മുടെ ഉള്ളിന്റെ ഉള്ളില് മാറ്റങ്ങൾ ഉണ്ടാകും. പ്രിയപ്പെട്ടവര്, വെടിക്കെട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വെടിക്കെട്ടിന്റെ നാട്ടിൽ നിന്ന് ഞാൻ വന്നേക്കട്ടെ, തൃശ്ശൂരിൽ നിന്ന്, ചാലക്കുടിയിൽ അച്ഛൻ്റെ വീട്. വെടിക്കെട്ട് കാണണം. എന്താണെന്നറിയോ? ഈ വലിയ കാരണം പെരുന്നാൾ, ഞാൻ ഒരിക്കലും ചാലക്കുടി പള്ളിയിൽ പെരുന്നാളിന് വെടിക്കെട്ട് കണ്ടതിന് ശേഷം പിന്നെ പോയിട്ടില്ല. കാരണം ശ്വാസം മുട്ടിപ്പോയണ്ടേ. ഈ വലിയ വെടിക്കെട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കത്തിച്ചു വിടും. എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കത്തിച്ചു വിടും. ഏറ്റവും മോളിൽ പോയി ചിലര് ഇങ്ങനെ വന്നോളൂ, അപ്പോഴേക്കും സംഭവം മറിഞ്ഞു വീഴാറായി. അപ്പൊ നമ്മൾ ഈ വെടിക്കെട്ടിന്റെ ശബ്ദം ഇങ്ങനെ ഇത് കാണും. ഹായ്, എന്ത് രസത്! അതല്ല നമ്മുടെ ഈ പെരുന്നാള്, അതല്ല ഈ വചന ശുശ്രൂഷ. ജീവിതത്തിൽ കൊള്ളണം പ്രിയപ്പെട്ടവര്, ഇതിൽ സ്പർശിക്കണം. വന്നതുപോലെ പോകരുത്, വന്നതുപോലെ പോകരുത്. കാരണം നമുക്കറിയാം, വിശുദ്ധ മത്തായി സുവിശേഷം 2-ാമത്തെ അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തില് ജ്ഞാനികൾ കർത്താവിനെ കാണാൻ വന്നു, അവര് വേറെ വഴിയായിട്ട് പോയി. വന്നതുപോലെ അല്ല പോയത്. കർത്താവിനെ കണ്ടുമുട്ടിയാൽ നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറും, നമ്മുടെ കേൾവികൾ മാറും, നമ്മുടെ സംസാരം മാറും, നമ്മുടെ ചിന്തകൾ മാറും, നമ്മുടെ പ്രവർത്തന ശൈലികൾ മാറും, ഒരു പുതിയ അനുഭവമായിട്ട് മാറും. അപ്പൊ അങ്ങനെ പുതിയ അനുഭവമായിട്ട് ഇവിടുന്ന് പോണം. അതിന് എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്? തുറന്ന മനസ്സോടുകൂടെ വേണം ദൈവവചനം കേൾക്കാൻ. 2, കർത്താവ് എന്നോട് വ്യക്തിപരമായും സംസാരിക്കണം. 3, കണ്ണ് തുറന്നിരിക്കണം. കണ്ണ് തുറന്നിരിക്കണം. ചിലര്
ഒരു 10-15 മിനിറ്റ് കുഴപ്പമുണ്ടാവില്ലേ? 20ാമത്തെ മിനിറ്റ് ആകുമ്പോൾ നോബിളച്ചാ എനിക്ക് അങ്ങനെ വരാനുള്ള സമയമില്ല, കാരണം ഇത് കഴിഞ്ഞിട്ട് എനിക്ക് വീട്ടിൽ പോകണം. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് പരിചയപ്പെടാന്നേ, പ്രശ്നമൊന്നുമില്ലാന്നേ. അതുകൊണ്ട് ആരും ഉറങ്ങരുത്. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ ഇരിക്കണേ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കല്ലട മാർ അന്ത്രയോസ് പിതാവിന്റെ ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് നടത്തപ്പെട്ട പകൽ ധ്യാനത്തിന് പോയി തല കൂട്ടിയിടിച്ച് 10 സ്റ്റിച്ച്. എന്തൊരു വാർത്തയാന്ന് നോക്കി അല്ലേ? അപ്പൊ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം അടുത്തുള്ള ആളെയൊക്കെ ഇടയ്ക്ക് ഒന്ന് ശ്രദ്ധിക്കണം. എന്നെ ശ്രദ്ധിച്ച് മാത്രം ഇരുന്നാൽ മതി. പിന്നെ ഇടയ്ക്ക് ഒന്ന് വേണമെങ്കിൽ തൊട്ടടുത്തുള്ള ആളെ ഒന്ന് ശ്രദ്ധിച്ചോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊന്ന് നോക്കിക്കോ. അപ്പോൾ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. 18ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു മനുഷ്യനാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. അദ്ദേഹം താമസിച്ചത് ഫിലാഡൽഫിയയിലാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഫിലാഡൽഫിയയിലായിരുന്നു. ഏകദേശം വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ആ സ്ഥലത്തൊക്കെ ഭയങ്കര കുറ്റാക്കൂരിട്ടാണ്. ആളുകളൊക്കെ ആ വഴി കൂടെ പോകുമ്പോൾ പലപ്പോഴും തട്ടി വീണിട്ടുണ്ട്. കാരണം അവിടെ വിളക്കില്ല, പ്രകാശമില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ പലപ്പോഴും ഈ റോട്ടിൽ കൂടെ പോകുമ്പോൾ കൂട്ടിമുട്ടുക, അല്ലെങ്കിൽ കുഴിയിൽ വീഴുക, അങ്ങനെ പരിക്കുകളൊക്കെ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ പോകുമ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ സംസാരിച്ചൊക്കെ പോകുമ്പോൾ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിന്റെ മനസ്സിൽ ഒരു ആഗ്രഹം വരാണ്, വീടിന്റെ മുൻവശത്ത് ഒരു വിളക്ക് കത്തിച്ചു വയ്ക്കാം. അപ്പൊ അങ്ങനെ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ത് ചെയ്തു? തന്റെ വീടിന്റെ മുമ്പിൽ ഒരു വിളക്ക് കത്തിച്ചു. ഇരുട്ടില് വിളക്ക് കത്തിച്ചു വെക്കുമ്പോൾ നല്ല പ്രകാശമായിരിക്കും അല്ലെ? പ്രകാശമായിരിക്കും. അപ്പൊ ഈ പ്രകാശം ആ വീടിന്റെ മുൻവശത്ത് മുഴുവനും നന്നായിട്ട് ആ വഴിയിലൊക്കെ ഇങ്ങനെ നല്ല പ്രകാശമായി. അപ്പൊ ഇങ്ങനെ പോണ ആൾക്കാരൊക്കെ അഭിനന്ദിക്കുകയാണ്. ഓ, നിങ്ങൾ എന്ത് കാര്യം ചെയ്തേ, നന്നായിട്ടുണ്ട് കേട്ടോ. ഓ, നിങ്ങൾ ചെയ്തത് ഞങ്ങൾ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്, പലപ്പോഴും വീണിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ ചെയ്തത് നന്നായിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അഭിനന്ദിച്ചു. അങ്ങനെ അഭിനന്ദിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അയൽവക്കത്തുള്ള ആൾക്കാരും ചിന്തിക്കുകയാണ്, ഈ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ചെയ്തതുപോലെ നമുക്കും എന്തുകൊണ്ട് ചെയ്തുകൂടാ? അങ്ങനെ അവർ ഓരോരുത്തരും അവരുടെ വീടിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വിളക്ക് കത്തിച്ചു വെക്കാൻ തുടങ്ങി. അപ്പോൾ ആ ദേശം മുഴുവനും സന്ധ്യാകാറായ സമയത്ത് മുഴുവൻ എന്തായിട്ട് മാറി? പ്രകാശപൂരിതമായിട്ട് മാറി. ഒരാൾ ചെയ്തതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആണ് അവിടെ മുഴുവനും പ്രകാശമായി തീർന്നത്. ആളുകളൊക്കെ ആ ദേശത്തിലുള്ള ആൾക്കാർ അഭിനന്ദിക്കാൻ തുടങ്ങി. ഞങ്ങൾ ഇത്രയും നാൾ ഇരുട്ടിലൂടെയാണ് പോയത്, പക്ഷെ നിങ്ങൾ ഈ ചെയ്ത ഈ നല്ല പ്രവൃത്തി ഉണ്ടല്ലോ, നിങ്ങൾ അഭിനന്ദിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ പുകഴ്ത്തി സംസാരിച്ചു. ഫിലാഡൽഫിയ എന്ന വാക്കിന്റെ അർത്ഥം സഹോദര സ്നേഹം എന്നാണ്. സഹോദര സ്നേഹം. ആ സഹോദര സ്നേഹം ആ ദേശത്ത് അർത്ഥപൂരിതമായിട്ട് മാറി. നമ്മുടെ ജീവിതത്തിലും പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ഇരുണ്ട ഒരു അവസ്ഥയെക്കൂടെ പോണ വ്യക്തിയാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. എന്ത് തീരുമാനമെടുക്കണമെന്നറിയില്ല. ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്ത് തീരുമാനമെടുക്കണമെന്ന് അറിയാത്ത സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണോ? പ്രാർത്ഥിച്ചിട്ടും ഉത്തരമില്ല. പള്ളിയിൽ വരുന്നുണ്ട്, വേദപുസ്തകം വായിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, വിശുദ്ധ കുർബാനയിലൊക്കെ സംബന്ധിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ ചില സമയങ്ങളിലൊന്നും നമുക്ക് പ്രാർത്ഥനയ്ക്ക് നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള ഉത്തരം കിട്ടുന്നില്ല. അങ്ങനെ ഇരുട്ട് കട്ട പിടിച്ച അവസ്ഥയെക്കൂടെ പോകുന്ന വ്യക്തിയാണോ? ചുറ്റും ആളുകളൊക്കെ ഉണ്ട്, പക്ഷെ ഒരു ഒറ്റപ്പെട്ട അവസ്ഥ. അങ്ങനെ വേദനയോടുകൂടെ എല്ലാവരും ഉണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, അയൽവക്കക്കാരുണ്ട്, പക്ഷേ എല്ലായിടത്തും ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണോ? ചില സമയങ്ങളിലൊക്കെ നമ്മൾ പറയാറുണ്ട് ഈ ദൈവത്തിന് കണ്ണില്ലേ കാതില്ലേ എന്നുള്ള ഒരു വേദനിപ്പിക്കുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. തുടരെയുള്ള രോഗങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ട്, ഭയം, ഇങ്ങനെയുള്ള മേഖലയെക്കൂടെ പോകുന്ന വ്യക്തിയാണോ? ഇവിടെയാണ് ഇന്നത്തെ തിരുവചനം നമ്മളെ കൊണ്ടുപോകുന്നത്. 2 ശമൂവേൽ 22-ാമത്തെ അധ്യായം 29-ാമത്തെ വാക്യം. 2 ശമൂവേൽ 22-ാം അധ്യായം 29-ാമത്തെ വാക്യം. യഹോവേ, നീ എന്റെ ദീപമാകുന്നു. യഹോവ എന്റെ അന്ധകാരത്തെ
പ്രകാശമാക്കും. യഹോവേ, നീ എന്റെ ദീപമാകുന്നു, യഹോവ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. ഈ വേദഭാഗം ദാവീദ് പറയുമ്പോൾ ഇത് വെറും ഒരു സുന്ദര വാക്യമൊന്നുമല്ല. രക്തവും കണ്ണുനീരും പ്രാർത്ഥനയും അനുഭവവും ചേർന്ന ഒരു സാക്ഷ്യമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ ഭാഗം ദാവീദ് പറയുന്ന സ്തോത്രഗീതത്തിലെ ഒരു വാക്യം മാത്രമാണ്. ദാവീദിന്റെ ജീവിതം നോക്കിയാൽ അവൻ അനുഭവിച്ച ഇരുട്ടുകൾ അനവധിയാണ്. ഇത് അച്ഛൻ പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും നമുക്ക് തോന്നാം പ്രിയപ്പെട്ടവരെ. ദാവീദിന്റെ ജീവിതത്തിൽ ഇരുട്ട് അനുഭവപ്പെട്ട മേഖലകളുണ്ട്. ഒന്ന്, കുടുംബത്തിലെ അവഗണന. 2, ശൗലിന്റെ പീഡനം. 3, ഒളിവ് ജീവിതം. 4, സ്വന്തം പാപം. ഈ മേഖലകളിൽ കൂടെ ഇരുട്ട് കട്ട പിടിച്ച അവസ്ഥയിലൂടെ പോയ വ്യക്തിയായിരുന്നു ആരാ പ്രിയപ്പെട്ടവരെ? ദാവീദ് അല്ലേ? ദാവീദ്. കുടുംബത്തിലെ അവഗണന നമുക്ക് എടുക്കാം. 1 ശമൂവേൽ 16-ാമത്തെ അധ്യായം. 1 ശമൂവേൽ 16-ാമത്തെ അധ്യായത്തിൽ നമുക്ക് വായിക്കാം. 1 ശമൂവേൽ 16-ാമത്തെ അധ്യായം അച്ഛൻ വായിക്കാം. ഇങ്ങനെയാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. അനന്തരം യഹോവ ശമൂവേലിനോട്, ഇസ്രായേലിന്റെ രാജസ്ഥാനത്ത് നിന്ന് ഞാൻ ശൗലിനെ തള്ളി എന്നറിഞ്ഞിരിക്കെ നീ അവനെ കുറിച്ച് എത്രത്തോളം ദുഃഖിക്കും? കൊമ്പിൽ തൈലം നിറച്ച് പുറപ്പെടുക. ഞാൻ നിന്നെ ബെത്ലഹേമിനായ ഇശായിയുടെ അടുക്കൽ അയക്കും. അവന്റെ മക്കളിൽ ഞാൻ ഒരു രാജാവിനെ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. അതിന് ശമൂവേൽ, ഞാൻ എങ്ങനെ പോകും? ശൗൽ കേട്ടാൽ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ, നീ ഒരു പശുക്കിടാവിനെയും കൊണ്ടുചെന്ന് ഞാൻ യഹോവയ്ക്ക് യാഗം കഴിക്കാൻ വന്നിരിക്കുന്നു എന്ന് പറയുക. ഇശായിയെയും യാഗത്തിന് ക്ഷണിക്കുക. നീ ചെയ്യേണ്ടത് എന്തെന്ന് ഞാൻ അന്നേരം നിന്നോട് അറിയിക്കും. ഞാൻ പറഞ്ഞു തരുന്നവനെ നീ എനിക്കായിട്ട് അഭിഷേകം ചെയ്യണം. യഹോവ കൽപ്പിച്ചതുപോലെ ശമൂവേൽ ചെയ്തു. ബെത്ലഹേമിൽ ചെന്നു. പട്ടണത്തിലെ മൂപ്പന്മാർ അവന്റെ വരവിൽ വിറച്ചുകൊണ്ട് അവൻ എതിരേറ്റു. നിന്റെ വരവ് ശുഭം തന്നെയോ എന്ന് ചോദിച്ചു. അതിനവൻ, ശുഭം തന്നെ. ഞാൻ യഹോവയ്ക്ക് യാഗം കഴിക്കുവാൻ വന്നിരിക്കുന്നു. നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് എന്റെ കൂടെ യാഗത്തിന് വരുവിൻ എന്ന് പറഞ്ഞു. അവൻ ഇശായെയും അവന്റെ മക്കളെയും ശുദ്ധീകരിച്ച് അവരെയും യാഗത്തിന് ക്ഷണിച്ചു. ഇതിനു ശേഷം നമുക്ക് പ്രിയപ്പെട്ടവരെ, ആരാണ് ശൗലിന് പകരം അടുത്ത രാജാവ് എന്ന് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ ആദ്യത്തെ മകൻ വരുന്നു. ആരാണ് വരുന്നത്? ഏലിയാബ് വരാണ്. ഏലിയാബ് വരുമ്പോൾ അവൻ അഭിഷേകം ചെയ്യാൻ വേണ്ടിയിട്ട് ശമൂവേൽ ഒരുങ്ങാണ്. അപ്പോൾ വരുമ്പോൾ തന്നെ നല്ല കാണാൻ ഭംഗിയുള്ളതാ. ഒത്ത പൊക്കം, ഒത്ത വണ്ണം. അടുത്ത രാജാവിന്റെ എല്ലാ ഗുണങ്ങളും ഇങ്ങനെ കാണുമ്പോ തന്നെ ഉണ്ട്. പുറമേന്ന് കാണുമ്പേ ഉണ്ട്. അപ്പൊ ഇവന് അഭിഷേകം ചെയ്യാൻ വേണ്ടി തുടങ്ങിയപ്പോ ദൈവം പറഞ്ഞു, അവന്റെ പൊക്കമോ അവന്റെ നീളമോ ഒന്നും നോക്കണ്ട, മനുഷ്യൻ ഭാഗ്യമായി നോക്കുന്നു, ദൈവമോ ഇവിടെയാണ് നോക്കണേ. നമ്മളെവിടെ നോക്കണേ? ഇപ്പൊ ചിലര് പറയണല്ലേ, ദൈവമേ തുണി അഴയത്ത് ഇട്ടിട്ട് വന്നേക്ക, അയ്യോ അല്ലേ? അങ്ങനെ ചിന്തിച്ചിരിക്കില്ലേ? അങ്ങനെയുള്ളവരോടെ പറയണേ. പ്രിയപ്പെട്ടവരെ, കർത്താവ് തുണി ഉണങ്ങും, ഉച്ചകഴിഞ്ഞ് ഉണങ്ങും കേട്ടോ, കുഴപ്പമില്ല, നല്ല വെയിലുണ്ടാവും. ഇപ്പൊ നല്ല മഴ പെയ്യട്ടെ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഹൃദയത്തെയാണ് നോക്കണത്, ഹൃദയത്തെ. ഒന്നാമത്തെ മകൻ വന്നു ഏലിയാബ്, രണ്ടാമത്തെ മകൻ വന്നു ആമീനാദാബ്. അങ്ങനെ 7 എണ്ണം വന്നു. 7 എണ്ണം വന്നിട്ടും പറ്റിയില്ല. സമ്മയം വരുത്തി ഇവനെ യഹോവ തെരഞ്ഞെടുത്തില്ല എന്ന് അവൻ പറഞ്ഞു. അങ്ങനെ ഇശായി 7 പുത്രന്മാരെ ശമൂവേലിന്റെ മുമ്പിൽ വരുത്തി. എന്നാൽ ശമൂവേൽ ഇശായിയോട്, യഹോവ ഇവരെ തെരഞ്ഞെടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. നിന്റെ പുത്രന്മാർ എല്ലാവരും ആയോ? ഇശായിയോട് ചോദിക്കുകയാണ്, നിന്റെ പുത്രന്മാരെല്ലാവരും ആയോ? അപ്പോൾ ശമൂവേൽ ചോദിച്ചതിന് ഇശായി പറയാണ്, ഇനി ഒരാളുണ്ട്, അവന് പ്രത്യേകിച്ച് അവൻ ആടിനെ മേയ്ക്കാൻ വിട്ടേക്കാണ്. കണ്ടോ, അവൻ ആടിനെ മേയ്ക്കാൻ വിട്ട, അവന് ഒന്നുമില്ലാന്നേ അല്ലേ? ഒരു അവഗണനയായിരുന്നു ദാവീദിന്റെ ജീവിതത്തിൽ. അവഗണന ഉണ്ടായിരുന്നു. ഇതുപോലെ ആ അവഗണനയിൽ നിന്നാണ്
അവനെ വരുത്തിയിട്ടാണ് ഇനി നമ്മള് ഭക്ഷണം കഴിക്കണുള്ളൂ എന്ന് പറഞ്ഞു. കണ്ടോ, ഇതാണ് നമ്മുടെ ചില സമയങ്ങളിൽ വാലല്ല തലയാക്കുമെന്ന് പറയണേ. കണ്ടോ, അവഗണിക്കപ്പെട്ടവനെയാണ് അല്ലേ, കഴിവ് കുറഞ്ഞവരെയാണ് തമ്പുരാൻ കൂടുതൽ. കാരണം അവരെ നമുക്ക് നിറഞ്ഞിരിക്കുന്ന പാത്രത്തെ നമുക്ക് നിറയ്ക്കാൻ പറ്റുമോ? ഇല്ല, ശൂന്യമായതാണ് നിറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ദാവീദിന് വിളിക്കുകയാണ്. ആ ദാവീദിനെയാണ് അടുത്ത രാജാവായിട്ട് അഭിഷേകം ചെയ്തത്. അപ്പോൾ പ്രിയപ്പെട്ടവർ, ഇവിടെയാണ് നമ്മുടെ ജീവിതം ഇങ്ങനെ അവഗണിക്കപ്പെട്ട ദാവീദിനെ ദൈവം തമ്പുരാൻ തിരഞ്ഞെടുക്കുകയാണ്. നമ്മൾ ചിലപ്പോൾ ഇങ്ങനെയാണ് കുടുംബങ്ങളിൽ താരതമ്യം ചെയ്യുക അല്ലേ. നമ്മൾ അടുത്ത വീട്ടിലുള്ള കണ്ടറാ നോക്കി പഠിക്കടാ, നിന്നെ ആ സ്കൂളിൽ തന്നെയല്ലേ വിടണേ, കണ്ട മോളെ കണ്ട് പഠിക്ക്, നിങ്ങൾ ഒരുമിച്ചല്ല പോണത്. താരതമ്യം ചെയ്യുക അത് അവഗണിക്കണേന് തുല്യാണ്. കാരണം 127-ാം സങ്കീർത്തനം 3-ാം തിരുവചനം പറയുന്നു, മക്കൾ യഹോവ നൽകുന്ന അനുഗ്രഹവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവുമാണ്. ദൈവം തരുന്ന നിധിയാണ് മക്കള് അല്ലേ, ദൈവം തരുന്ന നിധികളാണ് മക്കള്. ഒന്നാമത്തെ കുഞ്ഞുണ്ടായപ്പോൾ പറഞ്ഞു നിധി, രണ്ടാമത്തെ കുഞ്ഞുണ്ടായപ്പോൾ പറഞ്ഞു മതി, മൂന്നാമത്തെ കുഞ്ഞുണ്ടായപ്പോൾ പറഞ്ഞു വിധി, നാലാമത്തെ കുഞ്ഞുണ്ടായപ്പോൾ പറഞ്ഞു വലിയ ചതിയായിട്ടോ. ചതി ഉണ്ടോ, വിധി ഉണ്ടോ? മതിയച്ചാ മതി ഇല്ലേ. അപ്പൊ ദൈവം അങ്ങനെ തന്ന നിധികളാണ് നമ്മുടെ കുഞ്ഞുങ്ങള്. അപ്പൊ നമ്മുടെ അയൽവക്കത്തുള്ള ആള് കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ടാണോ താരതമ്യപ്പെടുത്തേണ്ടത്? അല്ല. നമുക്ക് ദൈവം തന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് പഠിക്കാനുള്ള കൃപ കിട്ടും. പ്രിയപ്പെട്ടവരെ, അവരൊരിക്കലും താരതമ്യം ചെയ്യരുത്. നമ്മുടെ ഭർത്താക്കന്മാരെ നോക്കി, അതായത് അടുത്തുള്ള ഭർത്താക്കന്മാർ കണ്ടോ, ആരെങ്കിലും താരതമ്യപ്പെടുത്തുവോ? താരതമ്യപ്പെടുത്തില്ല. കണ്ടോ, ഒരിക്കലും താരതമ്യം ചെയ്യാൻ ഇടയാകരുത് പ്രിയപ്പെട്ടവരെ. കാരണം അവിടെയൊക്കെ ജീവിതത്തിൽ ഇരുട്ട് അനുഭവപ്പെടും. അങ്ങനെ വരുമ്പോൾ ആത്മവിശ്വാസക്കുറവുണ്ടാവും, അസൂയ ഉണ്ടാകും, കോപം ഉണ്ടാവും. കാരണം കുഞ്ഞുങ്ങൾക്ക് തന്നെ ഭയങ്കര വിഷമാവും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ. കാരണം മറ്റുള്ളവരെ താരതമ്യപ്പെടുത്തി ചെയ്യുമ്പോൾ അവരവർക്ക് തന്നെ നിരാശ തോന്നും. ഞാൻ ഈ അപ്പന്റെ അമ്മേനെയും മോനും മോളല്ലേ, ഇതെന്ത് ഞാൻ തവിട് കൊടുത്ത് മേടിച്ചതാണോ, അങ്ങനെ തോന്നും. എൻ്റെ അമ്മച്ചി ഞാൻ എൻ്റെ അമ്മച്ചിക്ക് 40-ാമത്തെ വയസ്സിലുണ്ടായ സന്താനം. ഞാൻ മൂത്തത് 2 ആണാ, മൂന്നാമത്തത് ഒരു പെണ്ണാവട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ ഈ പരുവത്തിലായി. അപ്പൊ അങ്ങനെ ഉണ്ടായ ആളാണ് ഞാനങ്ങനെ പഠിക്കാൻ അത്രതൊന്നും അല്ല. പക്ഷെ എൻ്റെ അമ്മ, ഞാൻ തോറ്റ സമയത്തൊക്കെ +2 ഞാൻ ഈ പെരുമ്പുഴ പള്ളിയിൽ ഇത് പറഞ്ഞതാണ്. അപ്പൊ അതിൽ വന്നവരുണ്ടെന്ന് തോന്നണേ. അപ്പൊ സോറി, ഇനി കേട്ടു എന്ന് വിചാരിച്ച് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ 4 പ്രാവശ്യം എഴുതിയതിനു ശേഷമാണ് +2. എന്നെ കണ്ടാൽ നിങ്ങൾക്ക് തോന്നുമോ അങ്ങനെയൊക്കെ? ചിലര് പറയും ഈ അച്ഛൻ കള്ളം പറയണതാന്ന് പറയണേ. പക്ഷെ അങ്ങനെ 4-ാമത്തെ പ്രാവശ്യം എഴുതി ജയിച്ച ആളാ. ഓരോ പ്രാവശ്യം തോക്കുമ്പോ എൻ്റെ അമ്മ പറയും, മോനെ നീ അടുത്ത പ്രാവശ്യം ജയിക്കൂടാ. 2-ാമത്തെ പ്രാവശ്യം തോക്കുമ്പോ വീണ്ടും പറയും, മോനെ നീ അടുത്ത പ്രാവശ്യം ജയിക്കൂടാ. 3-ാമത്തെ പ്രാവശ്യം തോറ്റപ്പോഴും പറയും, മോനെ അടുത്ത പ്രാവശ്യം നീ ജയിക്കൂടാ. പക്ഷെ എൻ്റെ അയൽവക്കക്കാരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നോബിൾ കയ്യക്ഷരം നന്നാക്കാൻ പോവാണല്ലേ എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മ എന്നെ പ്രോത്സാഹിപ്പിച്ചു. അതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന നോബിൾ അച്ഛനായിട്ട് ഇങ്ങനെ വചനം പറയാൻ ദൈവകൃപ കിട്ടിയത്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ അവഗണിക്കരുത്. അതായത് ഒരിക്കലും താരതമ്യം ചെയ്യരുത് പ്രിയപ്പെട്ടവരെ. അതൊരു അവഗണനയാണ്. അതുപോലെ തന്നെയാണ് കേൾക്കാത്ത മനോഭാവം. നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂള് വിട്ടു വന്നാൽ അവരെ കേൾക്കണം. നമുക്കതിനെന്തില്ല, സമയമില്ല. എനിക്ക് വല്ല പണിയില്ല. നിങ്ങൾക്ക് ഇവിടെ മനുഷ്യരിവിടെ രാവിലെ മുതൽ പണിയെടുത്തോണ്ടിരിക്കുക, അതിൻ്റെ ഇടയ്ക്ക് നിന്റെ വർത്താനം അല്ലേ. പിള്ളേരെ, കാരണം ചെറുപ്പം മുതൽ ആ കുട്ടികളെ കേൾക്കുമ്പോൾ ആ കുട്ടികൾ നമ്മളോട് ചേർന്ന് നിൽക്കും. ഇപ്പൊ ഒരിക്കലും ഒരു കുഞ്ഞ് സ്കൂള് വിട്ട് വന്നിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മേ ഇന്നൊരു പൂമ്പാറ്റ ക്ലാസ് റൂമിൽ വന്നു.
അത് കഴിഞ്ഞിട്ടേ ആ പൂമ്പാറ്റൻ, നീ പൂമ്പാറ്റനെ കാണാനോടാ സ്കൂളിൽ പോയെന്ന് പറഞ്ഞു. പിന്നെ അവൻ മനസ്സ് തുറന്നിട്ടില്ല. അവൻ അന്ന് ആ അമ്മ ഇരുന്ന് കേൾക്കണ്ടേ, മോനെ ആ പൂമ്പാറ്റ എന്നിട്ട് എന്താ സംഭവിച്ചു? അത് എൻ്റെ ആ പോന്റെ അമ്മ, അത് അവിടെ ഇവിടെയൊക്കെ പറഞ്ഞ് ടീച്ചറുടെ തലയിൽ പോയി, അത് കഴിഞ്ഞ് ജനലിന്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് പോയി. കണ്ടോ ഇന്ന് അതുകൊണ്ട് എന്തായി? നമുക്ക് മാതാപിതാക്കന്മാർക്ക് സമയമില്ലാത്തതുകൊണ്ട് കുഞ്ഞുങ്ങൾ മൊബൈൽ ഫോൺ, എന്നിട്ട് നമ്മൾ പറയാ കൊച്ചു ഫോൺ അഡിക്റ്റ് അച്ഛാ, ഒന്ന് എവിടെന്ന് പ്രാർത്ഥിച്ച് ഇത് മാറ്റാൻ പറ്റും? സദൃശ്യവാക്യം 22:6 പറയുന്നു, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവൻ അഭ്യസിപ്പിക്കൂ, അവൻ വൃദ്ധനായാലും വിട്ടുമാറില്ല. സൂര്യകാന്തി പൂവ് സൂര്യന്റെ വെളിച്ചത്തിലേക്ക് വളയുള്ളൂ. അപ്പൊ എവിടേക്കാ? അതുകൊണ്ട് ഈ തെറ്റായ സ്നേഹബന്ധത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മൾ അവർക്ക് കൊടുക്കേണ്ട പരിഗണന കൊടുത്തിട്ടില്ല, അവരെ കേട്ടിട്ടില്ല. അപ്പൊ കേൾക്കേണ്ടടുത്തേക്ക് അവര് വളയും. അത് ചെയ്തിട്ട് കാര്യമുണ്ടോ? നമ്മൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല. നമ്മുടെ ജീവിത പങ്കാളിനെ നമ്മൾ കേൾക്കണം. കേൾക്കാറുണ്ടോ? അല്ലെ? ആദ്യം നാളിലുള്ള എന്തായിരുന്നു സ്നേഹം അല്ലെ? പ്രൈവറ്റ് ബസ്സിൽ കയറി കഴിഞ്ഞാൽ അതായത് ഒരു സീറ്റിൽ 2 പേർക്ക് ഇരിക്കാൻ പറ്റുകയാണെങ്കിലാ കേറാറുള്ളൂ. ആ മുട്ടി ഉരുമി പോകുമ്പോൾ ഒരു സന്തോഷം. ഒരു കൊച്ചാവട്ടെ പിന്നെ സീറ്റ് മുന്നിലും പിന്നിലാവും. പിന്നെ 2 കുട്ടികളാവട്ടെ, അതെ ഞാൻ അവിടെ കണ്ടേക്കാം, നീ അങ്ങോട്ട് വന്നേരെ കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യത്തെ സ്നേഹം ഉണ്ടോ? സംസാരിക്കാറുണ്ടോ വീട്ടില്? പഞ്ചസാര മറ്റേ തേയിലപ്പൊടി മേടിച്ചുകൊണ്ടിരുന്ന കാര്യമല്ല, അല്ലാതെ മനസ്സ് തുറന്ന് സംസാരിക്കാറുണ്ടോ? കേൾക്കാറുണ്ടോ? ഇതൊക്കെ അവഗണനയുടെ ഒരു ഭാഗമാണ് പ്രിയപ്പെട്ടവരെ. നമ്മളൊക്കെ പറയാറുണ്ട്, അതായത് ഒഴിഞ്ഞു മാറി പോകുമ്പോൾ മനസ്സിലാക്കേണ്ടത് എനിക്ക് വിലയില്ല എന്ന സന്ദേശമാണ് ഇതിന്റെ അർത്ഥം. എനിക്ക് വിലയില്ല. വിലയുണ്ടെങ്കിൽ കേൾക്കൂലോ, വിലയുണ്ടെങ്കിൽ പറയണത് കേൾക്കൂലോ. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവരുടെ ഹൃദയം അടച്ചു പൂട്ടും, പിന്നീട് തുറന്ന് സംസാരിക്കില്ല. ഇന്നത്തെ കുടുംബത്തിലെ മഹാഭൂരിപക്ഷം പ്രശ്നങ്ങൾ ഇതാ. പരസ്പരമുള്ള സംസാരം ഇല്ല, പരസ്പരമുള്ള സംസാരങ്ങൾ ഇല്ല എന്നുള്ളതാണ്. പണ്ട് കാലത്ത് അങ്ങനെയല്ല. അതായത് നമ്മള് വൈകുന്നേരം ആകുമ്പോൾ ഒരു പായൊക്കെ ഇട്ട് പാട്ടൊക്കെ പാടി വേദോസ്തമൊക്കെ വായിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ ആ പായയിൽ തന്നെ ഇരിക്കും. എന്നിട്ട് പിന്നെ കുറച്ച് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് അതിനുശേഷമാണ് ഭക്ഷണം കഴിക്കുള്ളൂ. ആ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സംസാരിക്കും. ഇന്ന് അങ്ങനെ ഉണ്ടോ? കുടുംബ പ്രാർത്ഥന ഉണ്ടോ? പിതാവിനും പുത്രനും അല്ലേ ഉണ്ടോ? ഒരുമിച്ചുള്ള പ്രാർത്ഥന ഉണ്ടോ? ഒരുമിച്ചുള്ള സംസാരം ഉണ്ടോ? ഒരുമിച്ചുള്ള ഇന്ന് ഭക്ഷണം ഒരുമിച്ചാണ് കഴിക്കണേ. ഒരാള് ടിവിയുടെ മുന്നില്, ഒരാള് മൊബൈൽ ഫോൺ നോക്കി. ഇതാണ് പരിപാടി. ഒരു ഡൈനിങ് ടേബിളിൽ അല്ലെങ്കിൽ ഒരു മേശയ്ക്ക് ചുറ്റും ഒലിവ തൈകൾ പോലെ നമ്മൾ അല്ലേ, അതാണ് വചനം പറയണത്. അങ്ങനെയുണ്ടോ പ്രിയപ്പെട്ടവരെ? കേൾക്കാത്ത മനോഭാവം, ഇതൊക്കെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തില് കുടുംബത്തിൽ അവഗണനയാണ്. പിന്നെയാണ് ഉള്ളിലെ സ്നേഹം ചിലര് പ്രകടിപ്പിക്കില്ല. എനിക്ക് എൻ്റെ ജീവിത പങ്കാളിയോട് നല്ല സ്നേഹം, എന്നിട്ട് ചെല്ലുമേ ജയോ ആ മൊരട്ട് കേൾക്കുമ്പോ തന്നെ ഭാര്യ ആ വഴി പിന്നെ വരില്ല. ചിലർക്ക് അങ്ങനെയാ. ഉള്ളിൽ സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതല്ലേ? ക്രിസ്തു അതല്ല കാണിച്ചത്. വിശുദ്ധ യോഹന്നാൻ 3:16 പറയുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്റെ പ്രിയപ്പെട്ട മകനെ ഈ ലോകത്തിലേക്ക് നൽകുവാൻ തക്കവണ്ണം ആ സ്നേഹം പ്രകടിപ്പിച്ചില്ലേ? എങ്ങനെ പ്രകടിപ്പിച്ച? കുരിശിലൂടെ പ്രകടിപ്പിച്ചില്ലേ പ്രിയപ്പെട്ടവരെ? ഇപ്പൊ പഞ്ചസാര ഒരു പാത്രത്തിൽ ഇരിക്കുന്നുണ്ട്. ഈ പാത്രത്തിലേക്ക് നോക്കി ആ പഞ്ചസാരയുടെ രുചി അറിയോ? അറിയില്ല. അത് ടേസ്റ്റ് ചെയ്യണ്ടേ? ഇപ്പൊ ഇവിടുന്ന് കൊല്ലത്തേക്ക് ഇത്ര കിലോമീറ്റർ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അവിടെ
ഒരു ചൂണ്ടുപലക വെച്ചിട്ടുണ്ട്. നമ്മൾ ആ സൈൻ ബോർഡിന്റെ അവിടെ ചെന്നുന്ന കൊല്ലാവോ? അത് വെറും സൈൻ ബോർഡ് മാത്രമേ ഉള്ളൂ. നമ്മൾ അവിടേക്ക് യാത്ര ചെയ്യണം. ഇതാണ് ഉള്ളിലെ സ്നേഹം പ്രകടിപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, മാതാപിതാക്കൾ കുഞ്ഞുങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കണം. എൻ്റെ അപ്പച്ചന് കഴിഞ്ഞ ഇടയ്ക്ക് ഈ കാല് തുടയലില് പൊട്ടി സർജറി കഴിഞ്ഞു. അപ്പൊ ഈ തുടയലില് പൊട്ടി സർജറി കഴിഞ്ഞപ്പോ പിന്നെ അപ്പച്ചൻ കിടക്കണ മുറിയിലാണ് പ്രാർത്ഥനയും പാട്ടും ഇതൊക്കെ ചെയ്യണേ. അപ്പൊ എൻ്റെ അമ്മ പറഞ്ഞൊരു കാര്യ, ഞാൻ 2 വയസ്സുള്ളപ്പോ എൻ്റെ അമ്മ, ഞാൻ ഈ കിണറ്റിലേക്ക് കാലിട്ട് ആട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ എൻ്റെ അമ്മ വാർക്കയുടെ മുകളിൽ നോക്കുമ്പോ ഞാനിങ്ങനെ കാല് കാട്ടി ഇങ്ങനെ നിൽക്കുക. എൻ്റെ അമ്മ അത് കണ്ടപ്പോ താഴെ വന്നു എന്നെ പൊക്കിയെടുത്തു. എൻ്റെ അമ്മയുടെ സ്നേഹം. അമ്മ ഈ കഴിഞ്ഞ ഇടയ്ക്ക് അത് പറയണേ. എൻ്റെ അമ്മ വാർക്കയുടെ മുകളിൽ നിന്നിട്ട് പറഞ്ഞു, അല്ലേ, ഉറങ്ങരുത് കേട്ടോ, ഉറങ്ങരുത്. ഇങ്ങനെയുള്ള ഇതാ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ചിലര് അങ്ങട് കലകാട് തല കൂട്ടിയിടിക്കാത്ത ഭാഗ്യം. ഞാൻ ആദ്യം പറഞ്ഞതാ, പിന്നെ വീണ്ടും വിളിക്കാങ്ങട്. ഈ ശബ്ദം കേൾക്കുമ്പോഴെങ്കിലും ഒന്ന്, അത്രയും പവർഫുള്ള ഈ സ്പീക്കർ ഒന്ന് കണ്ടിരിക്കുക വെച്ചേക്കണ കണ്ടോ, നിങ്ങൾ ഉണർത്താൻ വേണ്ടിയിട്ടാ. അപ്പൊ ഈ സംഭവം അമ്മച്ചി അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എപ്പോഴേ കിണ്ടിലേക്ക് പോയനെ. എൻ്റെ അമ്മയുടെ സ്നേഹാണത്. എൻ്റെ അമ്മ അതുപോലെ സ്നേഹിച്ച ആളാണ് ഈ നോബിളച്ചൻ. എൻ്റെ ഈ താടിയുടെ അടിയിൽ ഒരു പാടുണ്ട്, അതിങ്ങനെ മൂടി വെച്ചേക്ക, പട്ടി അടിച്ചതാ. പണ്ട് കാലത്ത് ഈ പട്ടി തന്നെ എന്നെ ഇഷ്ടികമേലേക്ക് തള്ളിയിട്ട പാടുണ്ട് ഇവിടെ. അപ്പൊ അത് വന്നപ്പോ പൊട്ടിയപ്പോ ഇങ്ങനെ വലിയ പാടായി. അപ്പൊ ഞാൻ ഈ പട്ടി കടിച്ചപ്പോ ഞാൻ വിചാരിച്ചു അതുപോലെ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചേ. ഞാൻ നോക്കിയപ്പോ ഒരു വിരലിട്ടപ്പോ അപ്പുറ സൈഡിൽ കൂടെ വന്നു. അപ്പൊ എൻ്റെ അപ്പച്ചൻ കൂർക്ക നടാൻ പാടത്തായിരുന്നു. എൻ്റെ അപ്പച്ചൻ്റെ 1.5 കിലോമീറ്റർ ഞാൻ ഓടി. എൻ്റെ അപ്പച്ചൻ, അമ്മച്ചിക്ക് കണ്ട പേടിയാവും. അപ്പൊ ഞാൻ അപ്പച്ചൻ്റെ അടുത്തേക്ക് ഓടി. അപ്പച്ചൻ എന്നോട് ചോദിച്ചു, മോനെ എന്ന് സ്കൂളിൽ പോകണടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല. എന്താ പോവാത്തെ? എൻ്റെ പട്ടി അടിച്ച എവിടെ? അപ്പൊ തൂങ്ങിക്കിടക്ക. എൻ്റെ അപ്പൻ അവിടെ നിന്ന് എടുത്തു കൊണ്ടുവന്ന ആ ചിത്രം ഇന്ന് എൻ്റെ മനസ്സിലുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ്. സ്നേഹം ഉള്ളിൽ. അതുകൊണ്ട് ഇന്ന് എൻ്റെ അപ്പനും അമ്മ, എൻ്റെ അപ്പച്ചന് 84 വയസ്സുണ്ട്, എൻ്റെ അമ്മച്ചിക്ക് 82 വയസ്സുണ്ട്. അവര് പറയണതൊക്കെ ചില സമയത്തൊക്കെ നമുക്ക് പ്രശ്നം. പക്ഷെ എൻ്റെ ഈ പാട് ഞാൻ ഓർക്കും. ഈ പാടുകളൊക്കെ അങ്ങനെയാണ്. ചില സമയത്തൊക്കെ ഈ പാടുകളൊക്കെ ഓർമ്മയാണ്. എൻ്റെ അപ്പച്ചനോട് അമ്മച്ചോട് എനിക്ക് അങ്ങനെ മറുതലിച്ച് പറയാൻ പറ്റണില്ല. കാരണം അത്രയും സ്നേഹം ഉണ്ട്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രിയപ്പെട്ടവരെ. അതായത് സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ്, പ്രോത്സാഹിപ്പിക്കണം. ഇപ്പൊ നമ്മുടെ ജീവിത പങ്കാളി ഒരു ഭക്ഷണം കൊണ്ടുവന്ന് തന്നു. അപ്പോഴാണ് ഉപ്പ് അതിൽ ഭയങ്കര ഇതാ. അപ്പൊ ആ സമയത്ത് വേണമെങ്കിൽ ഇത്ര നാളായില്ലടി ഈ ഭക്ഷണം വെക്കണേ, എന്ത് കാണിച്ച് നീ ഉണ്ടാക്കിയേക്കണേ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. രണ്ടാമത്തെ കാര്യം, ഡേ ഇവിടെ ഒരു ഉപ്പു ലോറി മറിഞ്ഞിട്ട് തോന്നല്ലോ, അങ്ങനെയും പറയാം. കണ്ടോ, ഒരു കാര്യത്തെ കൈകാര്യം ചെയ്യണുണ്ടോ. അപ്പൊ ആ ഭാര്യയ്ക്ക് അത്രയും ആ സ്നേഹത്തോടെ ഉണ്ടാക്കി വന്ന മുറിവേൽക്കില്ല. ഇന്ന് പലപ്പോഴും അങ്ങനെയല്ല, മുറിവേൽപ്പിക്കും. അപ്പൊ പിന്നെ വേണമെങ്കിൽ തിന്നാ മതി എന്നുള്ള രീതിയിൽ വരും. കണ്ടോ, അവഗണന. സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ് പ്രിയപ്പെട്ടവരെ. പ്രോത്സാഹനം കൊടുക്കണം, ഒരു നല്ല വാക്ക് പറയണം, ചേർത്ത് പിടിക്കണം. ഈ എൽക്കാന ഹന്ന ദമ്പതികൾക്ക് മക്കളുണ്ടായിരുന്നില്ല. എൽക്കാനയ്ക്ക് 2 ഭാര്യമാരായിരുന്നു, ഹന്നായും പെനിന്നായും. ഹന്നായ്ക്ക് മക്കളുണ്ടായിരുന്നില്ല, പെനിന്നായ്ക്ക് മക്കളുണ്ടായിരുന്നു. ഈ പെനിന്നെ ചെയ്യണ പരിപാടി ഈ ഹന്നയുടെ മുന്നിൽ വന്നിട്ട് രാരാരോ രാരിര, ഇത് കാണുമ്പോ ഹന്നയുടെ ചങ്ക് പൊട്ടും. അങ്ങനെ ചങ്ക് പൊട്ടി സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് എൽക്കാന പറയാണ്, നീ എന്തിനടി വിഷമിക്കണേ, 10 പുത്രന്മാരെക്കാൾ ഞാനുണ്ടല്ലോടിന്ന്. അപ്പൊ നമ്മുടെ ജീവിത പങ്കാളി പ്രയാസപ്പെട്ടിരിക്കുമ്പോ ചേർത്ത് പിടിക്ക. എന്തിനച്ചായ വിഷമിക്കണേ, ഞാനുണ്ട്. എന്തിനാ മോളെ വിഷമിക്കണടി, ഞാനുണ്ട് എന്ന് പറയാൻ പറ്റണ ഒരു പ്രോത്സാഹനം. ഇവിടെയാണ് സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ്, അല്ലാണ്ട് അടുക്കളയിൽ കെട്ടിവെക്കാനുള്ളതല്ല.
സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അച്ഛൻ പറഞ്ഞത് എന്താണ്? കുടുംബത്തിലെ അവഗണന ദാവീദിന്റെ ജീവിതത്തിൽ ഇരുട്ട് കട്ട പിടിച്ച അനുഭവം ഉണ്ടായിരുന്നു. ഇത് കേട്ടുകൊണ്ടിരുന്ന നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ ഈ അനുഭവത്തിൽ കൂടെ ഇരുട്ട് കട്ട പിടിച്ച അവസ്ഥയെ കൂടെ പോണ വ്യക്തിയാണോ എന്നൊന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ ഈ കാര്യങ്ങൾ പറഞ്ഞത്. രണ്ടാമത്തെ ഇരുട്ട് എന്ന് പറയുന്നത് ശൗലിന്റെ പീഡനമായിരുന്നു. ശൗലിന്റെ പീഡനം ദാവീദിന്റെ ജീവിതത്തിലെ ഏറ്റവും ദീർഘവും വേദനാജനകമായ ഇരുട്ട് എന്ന് പറയുന്നത് ശൗൽ രാജാവിന്റെ പീഡനമായിരുന്നു. അത് പറയാൻ കാരണം എന്ന് പറയുന്നത്, ശൗലിനെ ഒരിക്കൽ ദൈവം അഭിഷേകം ചെയ്ത് രാജാവാക്കിയതാണ്. അവന്റെ അഹങ്കാരവും അവന്റെ അനുസരണക്കേടുമാണ് അവൻ ആ രാജപദവിയിൽ നിന്ന് ദൈവം മാറ്റി നിർത്തുവാൻ തക്കവണ്ണം ഒരുങ്ങിയത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ ശൗല് ഈ ദാവീദിനെ നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. ദാവീദിന്റെയും ഗോലിയാത്തിന്റെയും സംഭവം നമുക്കറിയാം. അങ്ങനെ ദാവീദ് ഗോലിയാത്തിനെ വകവരുത്തി വരുമ്പോൾ സ്ത്രീകൾ പറയാണ്, ശൗൽ 1000 കൊന്നു. ദാവീദ് ശൗല് വെച്ചേക്കോ? ശൗലിന്റെ ഉള്ളില് അസൂയ തോന്നി. പ്രിയപ്പെട്ടവരെ, ഈ വാക്കുകൾ ശൗലിന്റെ ഹൃദയത്തെ തീ പിടിപ്പിക്കുകയാണ്. ശൗൽ ദാവീദിനെ സംശയത്തോടെ നോക്കി. അവന്റെ ഹൃദയത്തിൽ അസൂയ നിറഞ്ഞു. അസൂയ എന്ന് പറഞ്ഞാൽ ആത്മീയ വിഷമാണ്. അസൂയ എന്ന് പറഞ്ഞാൽ ആത്മീയ വിഷമാണ്. പ്രിയപ്പെട്ടവരെ, ഹൃദയം കറുപ്പിക്കും, ബന്ധങ്ങളൊക്കെ മുറിഞ്ഞു പോകും, ജീവിതം തന്നെ തകർക്കുന്നൊരവസ്ഥ. അവിടെ ദാവീദിനെ പല സമയത്തും കൊല്ലാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി, തുറന്ന പീഡനം നടത്തുന്നുണ്ട്. ശൗൽ പലപ്പോഴും പലവട്ടം ദാവീദിന്റെ ദേഹത്തേക്ക് എറിഞ്ഞു കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ദാവീദ് ഒളിവ് ജീവിതത്തിലേക്ക് പോയി, ഗുഹകളിലേക്കും അതോടൊപ്പം തന്നെ ആ ഒരു ഇരുട്ടിന്റെ അനുഭവത്തിലേക്ക് പോയി. മലകളിലും മരുഭൂമികളിലും ശത്രുക്കളുടെ ദേശങ്ങളിൽ അവനിങ്ങനെ നടക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരു രാജാവായി അഭിഷേകം ലഭിച്ചവൻ അഭയാർത്ഥിയെ പോലെ ജീവിച്ചു. അനിശ്ചിതത്വത്തിന്റെ ഇരുട്ട്. പ്രിയപ്പെട്ടവരെ, ദാവീദിന്റെ ജീവിതത്തില് രണ്ടാമത്തെ ഇരുട്ട് എന്ന് പറയുന്നത് ശൗലിന്റെ പീഡനമായിരുന്നു. മൂന്നാമത്തെ ഇരുട്ട് എന്ന് പറയുന്നത് സ്വന്തം പാപമായിരുന്നു. സ്വന്തം പാപമായിരുന്നു. യുദ്ധസമയത്ത് രാജാക്കന്മാർ എന്ത് ചെയ്യണം? യുദ്ധം ചെയ്യണ്ടേ? പക്ഷെ പുള്ളിക്കാരെന്ത് ചെയ്തു? വീട്ടിൽ കിടന്നു, വീട്ടിലിരുന്നു, അല്ലേ? ഒരു ജാഗ്രത കുറവുണ്ടായിരുന്നു. ആ ജാഗ്രത കുറവാണ് അവന്റെ ജീവിതത്തിൽ അടിത്തറ ഇളക്കിയത്. അടിത്തറ ഇളക്കി. അങ്ങനെ ഒരു സമയത്ത് അവൻ വൈകുന്നേരം എഴുന്നേറ്റപ്പോൾ ഒരു സ്ത്രീ കുളിക്കുന്നത് കണ്ടു. പിന്നെ എന്ത് സംഭവിച്ചു? ആ സ്ത്രീയെ പ്രാപിച്ചു. ആ സ്ത്രീ ഗർഭം ധരിച്ചു എന്ന വാർത്ത അറിഞ്ഞപ്പോൾ ആ സ്ത്രീയുടെ ഭർത്താവിനെ കൊന്നുകളഞ്ഞു. പ്രിയപ്പെട്ടവരെ, കൊന്നുകളഞ്ഞു. കണ്ടോ? ജാഗ്രത ഇല്ലാതിരുന്നപ്പോൾ കണ്ണിന്റെ മോഹം, മനസ്സിന്റെ ചാഞ്ചാട്ടം, തെറ്റായ തീരുമാനമെടുത്തു. ബേത്ശേബയുമായിട്ട് പാപം ചെയ്യുന്നു. അങ്ങനെ ഊറിയാവിനെ കൊല്ലിക്കുന്നു. ഒരു പാപം മറ്റൊരു വലിയ പാപത്തിലേക്ക് ഇങ്ങനെ തുടരെ തുടരെ പോവാണ്. കണ്ടോ? ആദ്യം കണ്ണിന്റെ പാപമാണ്. കണ്ണുകൊണ്ട് പാപം ചെയ്തു. പിന്നെ വ്യഭിചാരത്തിലേക്ക് വന്നു. വ്യഭിചാരം കഴിഞ്ഞപ്പോൾ പിന്നെ കൊല്ലുന്ന അവസ്ഥയിലേക്ക് വന്നു. കണ്ടോ? ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും. കാണാൻ ഭംഗിയുള്ളതും തിന്മാൻ സ്വാദുണ്ട്, അല്ലേ? ഇന്ന് നമ്മുടെ ജീവിതം ഇതുപോലെ തന്നെയാണ് പിശാച് നമ്മൾ ആകർഷിക്കുന്നത്. അതോടുകൂടി എന്ത് സംഭവിച്ചു? സന്തോഷം നഷ്ടപ്പെട്ടു പോയി. ആരുടെ? ദാവീദിന്റെ സന്തോഷം നഷ്ടപ്പെട്ടു പോയി. സമാധാനം പോയി. ദൈവ സാന്നിധ്യത്തിന്റെ മധുരം നഷ്ടപ്പെട്ടു. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ തന്നെയാണ്. ചില തെറ്റായ ബന്ധങ്ങൾ, ചില തെറ്റായ കൂട്ടുകെട്ടുകൾ, ഇങ്ങനെ നിരന്തരം മൊബൈൽ ഫോണിൽ ഇരിക്കുക. കാരണം നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ പണിയുണ്ട്. നമുക്ക് തെറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെയേറെയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് പത്രമാധ്യമത്തിലൂടെ ഒക്കെ നോക്കിക്കോ, എന്തോരം കാര്യങ്ങൾ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും. അതായത് നമ്മൾ ഇതുവരെ കാണാത്തതും കേൾക്കാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ, സാധ്യതകൾ വളരെയേറെയാണ്. അങ്ങനെ തെറ്റിപ്പോകുമ്പോൾ നമ്മുടെ സമാധാനം നഷ്ടപ്പെട്ടു പോകും, സന്തോഷം നഷ്ടപ്പെട്ടു പോകും, ദൈവ സാന്നിധ്യത്തിന്റെ മധുരം നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഇരുട്ടിലൂടെ കടന്നുപോയി ദാവീദ്. എങ്ങനെയൊക്കെയാണ്? കുടുംബത്തിലെ അവഗണനയിലൂടെ കടന്നുപോയി, ശൗലിന്റെ പീഡനത്താൽ കടന്നുപോയി, ഒളിവ് ജീവിതം നയിക്കേണ്ടി വന്നു, പാപം ചെയ്തു, അല്ലേ? പാപം ചെയ്തു. പക്ഷേ ഇതൊക്കെ ചെയ്തപ്പോഴും
ഇവൻ പറയാണ്, ദാവീദ് പറയാണ്, യഹോവേ നീ എൻ്റെ ദീപമാകുന്നു, യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. നമ്മൾ ഈ പറഞ്ഞ മേഖലയിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികളാണെങ്കിൽ, നമ്മൾ ഇരുട്ട് കട്ട പിടിച്ച അവസ്ഥയിൽ കൂടെ പോകുന്ന വ്യക്തിയാണെങ്കിൽ നമ്മൾ എന്ത് പറയണം? യഹോവേ എൻ്റെ ദീപമാകുന്നു, യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. ഈ പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് പ്രിയപ്പെട്ടവർ. ഏതെങ്കിലും അന്ധകാരത്തിൻ്റെ മേഖലയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ ഇന്ന് നമ്മളെ കർത്താവ് സ്പർശിച്ച ദിവസമാണ്. ഇന്ന് കർത്താവ് സ്പർശിച്ച ദിവസമാണ്. ഇത് നമ്മൾ ഒരിക്കലും പാഴാക്കി കളയാൻ പാടില്ല പ്രിയപ്പെട്ടവരെ. പുറമേയുള്ള ജീവിതമല്ല ദൈവം കാണുന്നത്, മറിച്ച് ഈ ഹൃദയത്തിലാണ് നോക്കുന്നത്. വെറും അഭിനയമൊക്കെ ഇന്ന് മുഴുവൻ ഓർണമെന്റൽ സ്പിരിച്വാലിറ്റി അല്ലേ? സ്ത്രീകൾക്ക് ഇപ്പൊ വില കൂടുതൽ, സ്വർണത്തിന്റെ വില റോക്കറ്റ് പോലെ പോണേ അല്ലേ? എന്താ വില അല്ലേ? ഇപ്പൊ സ്വർണ്ണമൊക്കെ മേടിക്കും, വസ്ത്രമൊക്കെ മേടിക്കും, പിന്നെ നമ്മുടെ ഫംഗ്ഷനൊക്കെ ഇട്ടുകൊണ്ട് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും? പിന്നെ അത് തിരിച്ചു വരുമ്പോ നമ്മൾ ഇട്ടുകൊണ്ട് നടക്കുവോ? ഇല്ല, അലമാരിയിൽ സൂക്ഷിച്ചു വയ്ക്കൂ അല്ലേ? സൂക്ഷിച്ചു വയ്ക്കും. ഇതുപോലെ തന്നെയാണ് പലപ്പോഴും ആത്മീയത. ഒരിക്കലും ഒരു സുന്ദരിയായിട്ടുള്ള പെൺകുട്ടിയോട് ചോദിച്ചു, എടി ഇതെങ്ങനെ നീ മുടി കൊണ്ട് നടക്കണം എങ്ങനെ? അപ്പൊ അവള് പറഞ്ഞു, ഞാനേ താഴെ വരെ മുടിയാണ്. അപ്പൊ കൂട്ടുകാരികളൊക്കെ ചോദിച്ചു, ഇത് പല സാധനം തേച്ചിട്ട് ഈ സാധനം കിളർക്കണ പോലും ഇല്ല, അപ്പൊ നീ ഇതെങ്ങനെ കൊണ്ടു നടക്കണേന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, താളി ഉപയോഗിക്കുള്ളൂ, ഷാമ്പു ഉപയോഗിക്കില്ല, കെമിക്കല, ഹോർലിക്സ് ഇട്ട് പാല് കുടിക്കും, ചൂടുവെള്ളത്തിൽ കഴുകും. എന്തൊക്കെയാണ് മുടി വളരാനുള്ള? താളി ഉപയോഗിക്കും, ഷാമ്പു ഉപയോഗിക്കില്ല, ഹോർലിക്സ് ഇട്ട് പാല് കുടിക്കും, പിന്നെ ചൂടുവെള്ളത്തിൽ കഴുകും. 5 കിടക്കാൻ നേരത്തെ ആടിയുമ്പോൾ തൂക്കിയിടും. ഇതാണ് മുടി താഴെ വരെ. ഇവിടെ വരുമ്പോൾ അല്ലേ, പള്ളിയിൽ വരുമ്പോൾ വെളിവോ നിറഞ്ഞോ രീശോ നിൻ വെളിവാൽ കാണുന്നു, വെളിവിയാടിയ അഖില ധാരമതാ വെളിവും നീ. ഈ വെളിച്ചം എവിടെ ചെല്ലുമ്പോ ഉണ്ടാവണം? വീട്ടിൽ ചെല്ലുമ്പോ ഉണ്ടാവണം അല്ലേ? പാട്ട് പാടി ക്രിസ്തീയ ജീവിതം അല്ലേ, അമ്പൊക്കെ കലക്കും, അതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷെ ജീവിതം ഉണ്ടോ എന്ന് നോക്കണം. പുറമെയുള്ള കാട്ടിക്കൂട്ടലുകൾക്ക് യാതൊരു പ്രസക്തിയില്ല പ്രിയപ്പെട്ടവരെ. കാരണം ചങ്കിന്റെ ഉള്ളിൽ ഇരുട്ട് കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ പകൽക്കാലം നമ്മൾ തന്നെ മനസ്സിലാക്കണം, നമ്മൾ തന്നെ അനുഭവിക്കണം. ഈ ഇരുട്ട് മാറണമെങ്കിൽ നമ്മൾ പറയണം, ദാവീദിനെ പോലെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറയണം, യഹോവേ നീ എന്റെ ദീപമാകുന്നു, എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. യഹോവേ നിങ്ങൾ ചിന്തിക്കണം, അവഗണനയുണ്ടോ? അവഗണനയിലേക്ക് നമ്മൾ പ്രാർത്ഥിക്കണം. യഹോവേ നീ എന്റെ ദീപമാകുന്നു, എന്റെ അന്ധകാരത്തെ, അവഗണന എന്ന അന്ധകാരത്തെ പ്രകാശമാക്കണമേ. യഹോവേ നീ എന്റെ ദീപമാകുന്നു, എന്റെ ഒളിച്ചുള്ള ജീവിതത്തെ പ്രകാശമാക്കണമേ. യഹോവേ നീ എന്റെ ദീപമാകുന്നു, എന്റെ പാപ ജീവിതത്തെ പ്രകാശപൂരിതമാക്കി മാറ്റണമേ. നമ്മൾ പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കണം. വിളക്ക് എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം മുതൽ ഈ വെളിച്ചത്തെ കുറിച്ച് പല സ്ഥലത്തും പരാമർശിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യത്തെ അധ്യായം, ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിൽ പറയുന്നു. ഉൽപ്പത്തി പുസ്തകം 1:16 പറയുന്നു, പകൽ വാഴേണ്ടതിന് വലിപ്പമേറിയ വെളിച്ചവും രാത്രി വാഴേണ്ടതിന് വലിപ്പം കുറഞ്ഞ വെളിച്ചവും ആയി 2 വലിയ വെളിച്ചങ്ങളെ ദൈവം ഉണ്ടാക്കി. ദൈവം ഉണ്ടാക്കി. എന്താണ്? സൂര്യനും ചന്ദ്രനും അല്ലെ? ഈ സൂര്യനെയും ചന്ദ്രനെയും ആരുണ്ടാക്കിയേ? സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെ ആരുണ്ടാക്കി? ദൈവം ഉണ്ടാക്കി, സ്വയം ഉണ്ടായതല്ല. അപ്പൊ നമ്മൾ പറയും, ഈ പണ്ട് ഈ സ്കൂളിൽ പഠിക്കണ, ഈ LP സ്കൂളിൽ പഠിച്ചപ്പോഴേ എൻ്റെ വീടിന്റെ തൊട്ടുമുകളിലും മലയാണ്. അപ്പൊ സ്കൂളിൽ പഠിച്ചപ്പോൾ ടീച്ചർമാര് പറഞ്ഞു, കിഴക്ക്, അതായത് സൂര്യൻ കിഴക്കുദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു. അപ്പൊ ഞാൻ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ മലയുടെ മുകളിൽ ഇങ്ങനെ സൂര്യൻ ഉദിച്ചു വന്നു.
അപ്പൊ താഴെ ഞങ്ങളുടെ വീടിന്റെ തൊട്ട് താഴെ ഒരു ആശ്രമമുണ്ട്. ആ ഗ്രൗണ്ടിൽ ചെന്ന് കളിക്കാൻ പോകുമ്പോൾ ഏകദേശം ഒരു 5:30, 5:45, 6 മണിയാകുമ്പോഴേക്കും സൂര്യൻ ഇങ്ങനെ പതുക്കനെ കണ്ടോ? കണ്ട, ടീച്ചർ പറഞ്ഞത് സത്യ. പക്ഷെ കുറച്ചും കൂടെ മുതിർന്ന ക്ലാസ്സിലേക്ക് വന്നപ്പോ പറഞ്ഞു സൂര്യൻ ഉദിക്കണമില്ല അസ്തമിക്കണമില്ല. അത് കാരണം ഭൂമി ഇങ്ങനെ കറങ്ങുമ്പോൾ ഒരു സൈഡിൽ വരുമ്പോ സൂര്യൻ ഉദിച്ചതായിട്ട് തോന്നും, മറു സൈഡിലേക്ക് പോകുമ്പോൾ സൂര്യൻ അസ്തമിക്കും. കണ്ടോ? അപ്പൊ വ്യത്യാസം കണ്ടു. സൂര്യന് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുണ്ട് അല്ലേ? നമ്മൾ പറയും ഒടുക്കത്ത ചൂട് അല്ലേ അല്ലേ നമ്മൾ പറയാറില്ലേ? പക്ഷെ സൂര്യൻ ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം കട്ടപ്പുകയാ. നമ്മുടെ സൂര്യൻ ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അതായത് മനുഷ്യനാണെങ്കിൽ പോലും, സസ്യങ്ങളാണെങ്കിൽ പോലും, മൃഗങ്ങൾക്കാണെങ്കിലും എന്തുണ്ടാവണം? സൂര്യന്റെ പ്രകാശം ഉണ്ടാവണം. സൂര്യന്റെ പ്രകാശം നമ്മുടെ ജീവിതത്തിൽ ഇരുട്ടൊക്കെ മാറ്റി പ്രകാശപൂരിതമാക്കി മാറ്റുന്നു. അതോടൊപ്പം തന്നെ സൂര്യന്റെ ചൂട് അത് ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ഭൂമിയെ ജീവിക്കുവാൻ അനുയോജ്യമായ താപനിലയിൽ ഉയർത്തുന്നു. തണുപ്പ് മൂലമുള്ള നാശത്തിൽ നിന്ന് ഈ സൂര്യനാണ് നമ്മളെ രക്ഷിക്കുന്നത്. വിറ്റാമിൻ ഡി എവിടെ നിന്ന് കിട്ടണേ? ഇവിടെ മെഡിക്കൽ ഷോപ്പിൽ പോയി കിട്ടൂല. വിറ്റാമിൻ ഡി സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടണേ. ആ വിറ്റാമിൻ ഡി ഇല്ലെങ്കിൽ എല്ലൊക്കെ പടപടയിൽ തൊടിയും. അപ്പൊ എവിടെ നിന്നാണ്? സൂര്യന്റെ പ്രകാശത്തിൽ നിന്നാണ് കിട്ടണത്. ഇനി നമുക്ക് കിട്ടുന്ന ഈ വലിക്കണ ഓക്സിജൻ എവിടെന്നാ? സൂര്യപ്രകാശത്തിൽ നിന്നാ. സൂര്യപ്രകാശം ഈ സസ്യങ്ങൾ സ്വീകരിച്ച് ഭക്ഷണം പാചകം ചെയ്ത് അതിനെ പറയുന്ന പേര് പ്രകാശ സംശ്ലേഷണം, ഫോട്ടോസിന്തസിസ് അല്ലേ? ഇതെങ്ങനെയാ? സൂര്യപ്രകാശത്തിന്റെ ആ വെളിച്ചത്തിൽ നിന്നാണ് ഇത് പുറപ്പെടുവിക്കുന്നത്, ഓക്സിജൻ പുറപ്പെടുവിക്കുന്നത്. മൃഗങ്ങൾക്ക് അതിന്റെ ശരീരത്തിലെ താപനില നിയന്ത്രിക്കുന്നത് ഈ സൂര്യന്റെ ചൂട് നിമിത്തമാണ്. അപ്പോൾ സൂര്യൻ അത്രയും പ്രധാനപ്പെട്ടതാണ്. ഈ സൂര്യനിൽ നിന്നുള്ള കിട്ടുന്ന പ്രകാശമാണ് ചന്ദ്രനെ പ്രകാശിപ്പിക്കുന്നത്. മലാക്കി പ്രവചനം 4-ാമത്തെ അധ്യായം 2-ാം വചനം. മലാക്കി പ്രവചനം 4-ാം അധ്യായം 2-ാം വാക്യം. എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. ഒന്നുകൂടെ, എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. അപ്പൊ എവിടെന്ന് കിട്ടണ്ടേ? ദൈവത്തിൽ നിന്നാണ് കിട്ടേണ്ടത്. ദൈവം സൃഷ്ടിച്ച സൂര്യനും ചന്ദ്രനും ദൈവമാണ് സൃഷ്ടിച്ചത്. പക്ഷെ ശരിക്കുള്ള വെളിച്ചം നമുക്ക് എവിടെ നിന്ന് കിട്ടണ്ടേ? ദൈവത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു, ആഴത്തിന്മീതെ ഇരുൾ ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ ഭൂമിയുടെ അവസ്ഥ എങ്ങനെയായിരുന്നു? പാഴായിരുന്നു, ശൂന്യായിരുന്നു, ഇരുളായിരുന്നു. അപ്പൊ ഇതിന്റെയൊക്കെ അർത്ഥം എന്താ? ഒരു ക്രമമില്ലാത്ത അവസ്ഥ, ഇരുണ്ട അവസ്ഥ, അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ. ആ അവസ്ഥയിൽ എന്തു സംഭവിച്ചു? ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം 3-ാമത്തെ തിരുവചനം. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം 3-ാം തിരുവചനം. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടോ? അപ്പൊ പാഴായിരുന്ന, ശൂന്യമായിരുന്ന, ഇരുളുണ്ടായിരുന്ന സ്ഥലത്ത് എന്തുണ്ടായി? ദൈവം പറഞ്ഞു, ദൈവവചനത്തിലൂടെ പറഞ്ഞു, വെളിച്ചമുണ്ടാകട്ടെ. വെളിച്ചമുണ്ടായി. അപ്പൊ എന്ത് സംഭവിച്ചു? അതിനൊരു ക്രമമുണ്ടായി അല്ലേ? ഒരു ക്രമമുണ്ടായി. നമ്മുടെ ജീവിതത്തിൽ ഇതാണ്, ഒരു ക്രമമില്ല. എന്തു ചെയ്തിട്ടും ഒരു അഭിവൃദ്ധി കിട്ടുന്നില്ല. നമ്മൾ എന്തു ചെയ്യണം? നമ്മൾ പറയാറില്ലേ, എന്ത് പാഴ് ജന്മത്, എന്നാൽ ഇങ്ങനെ ഒരു ജീവിതം അല്ലേ? ചില വീടിന്റെ മുൻവീക്കോടെ പോകുമ്പോൾ ആ വീട്ടിൽ ഞാൻ ചെന്ന് കയറണ്ടായിരുന്നു, ഇന്ന് ഞാൻ കിടപ്പ് അല്ലേ? പിറുപിറുപ്പ്, പരിഭവങ്ങള്, അങ്ങനെയുള്ള മേഖലയിലേക്ക് കയറട്ടെ. വെളിച്ചമുണ്ടാകട്ടെ. വെളിച്ചം ഉണ്ടായി പ്രിയപ്പെട്ടവരെ അല്ലേ? യെഹെസ്കേൽ പ്രവചനം 37-ാമത്തെ അധ്യായത്തില് ഈ അസ്ഥികളുടെ ഉണങ്ങിയ താഴ്വരനെ കുറിച്ച് പറയുന്നുണ്ട്. അവിടേക്ക് എന്തു സംഭവിച്ചു? ദൈവത്തിന്റെ വചനം ചെന്നു. ദൈവത്തിന്റെ വചനം ചെന്നപ്പോൾ ഉണങ്ങിയ അസ്ഥികൾക്ക് എന്തുണ്ടായി? ജീവനുണ്ടായി പ്രിയപ്പെട്ടവരെ, ജീവനുണ്ടായി. കണ്ടോ? അപ്പൊ ഇതാണ് വചനത്തിന്റെ പ്രത്യേകത. നമ്മൾ ഉണങ്ങിയ അവസ്ഥയാണെങ്കിൽ,
നമുക്ക് ഇരുട്ടാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഈ വേർഡ് ഓഫ് ഗോഡിന്റെ, അതായത് ദൈവത്തിന്റെ വചനം വരുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? വെളിച്ചം ഉണ്ടാവും. ഇന്ന് നമുക്ക് വെളിച്ചില്ലാതെ ഇരുട്ടിക്കൂടെ നടക്കണതിന്റെ അർത്ഥം എന്താ? നമുക്ക് ഇതായിട്ടൊരു കണക്ഷൻ ഇല്ല എന്നുള്ളതാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാമത്തെ അധ്യായം, ലാസറിന്റെ ഭവനത്തിലേക്ക് മർത്തിയും മറിയും പറയാണ്, ആളയച്ചിട്ട് പറഞ്ഞു, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്ന് അറിയിച്ചു. കർത്താവ് വരണ്ടോ? കർത്താവ് വന്നില്ല. കർത്താവ് എപ്പോഴും വന്നെ? മരിച്ച് 4 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ വരാണ്. വന്നപ്പോ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ ആദ്യം തന്നെ കല്ലറയിലേക്ക് ചെന്നു. കല്ലുരുട്ടി മാറ്റാൻ പറഞ്ഞപ്പോ മർത്ത പറഞ്ഞു, ഇല്ല, മരിച്ചിട്ട് 4 ദിവസം കഴിഞ്ഞു, അത് ചീഞ്ഞളിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ കർത്താവ് പറഞ്ഞു, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ രാജഭൃത്യന്റെ മകന്റെ സൗഖ്യം കിട്ടാൻ എന്താ കാരണം? അച്ഛൻ പറഞ്ഞില്ലേ? വിശുദ്ധ യോഹന്നാൻ 4 പറഞ്ഞു പോയാ. വിശ്വാസാണ്. ഇവിടെ മർത്തയോട് മറിയോട് പറഞ്ഞു, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ലാസറേ പുറത്തു വരിക. ചീഞ്ഞളിഞ്ഞ ലാസർ എന്ത് സംഭവിച്ചു? പുറത്തു വന്നു. കണ്ടോ? ഇന്ന് പ്രിയപ്പെട്ടവർ, ഇത് കേൾക്കുന്ന ആരെങ്കിലും ജീവിതം തകർന്ന് തരിപ്പണായി രോഗത്തിന്റെ മറ്റ് പ്രതിസന്ധികളുടെ ഏതെങ്കിലും വിഷമത്തിലൂടെ പോകുന്ന എൻ്റെ പ്രിയപ്പെട്ട പിതാവേ, മാതാവേ, സഹോദര സഹോദരി, അനിയത്തി, ചീഞ്ഞളിഞ്ഞ അവസ്ഥയാണെങ്കിൽ ഒരു ഉയർപ്പ് തരാൻ കർത്താവിന് കഴിയും. വിശ്വസിച്ചോ? ഇന്ന് ദൈവം പ്രവർത്തിക്കും. അതാണ് ദൈവത്തിന്റെ വലിയ കൃപ എന്ന് പറയുന്നത്. കാരണം വെളിച്ചമുണ്ടാകട്ടെ, വെളിച്ചം ഉണ്ടായി. അതാണ് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം. വിശുദ്ധ യോഹന്നാൻ 8:12, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഞാൻ ലോകത്തിന്റെ, ആരെ പറഞ്ഞേ? കർത്താവ്. ആ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരണം. ആ കർത്താവ് ഒന്ന് വരുത്താമോ? ഇന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് വരുമോ? എൻ്റെ വീട്ടില് പണ്ട് കന്നാരച്ചക്ക ഉണ്ടായിരുന്നു. കന്നാരച്ചക്ക, നിങ്ങൾ പൈനാപ്പിൾ എന്ന് പറയില്ലേ? അതിനെ പറയുന്ന പേരാണ് കന്നാരച്ചക്ക. അപ്പം എൻ്റെ അപ്പച്ചൻ ഇതിങ്ങനെ വെട്ടിക്കൊണ്ടുവരും. അപ്പം ഈ ജ്യൂസ് കുടിക്കാൻ ഭയങ്കര ആഗ്രഹം, ജ്യൂസ്. അപ്പം ഞാൻ എൻ്റെ അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ച ഒരു മിക്സി മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ജ്യൂസ് അടിച്ച് കുടിച്ചൂടെ? അപ്പം അപ്പച്ചൻ ഒരു നോട്ടമുണ്ട്. അപ്പം പിന്നെ ആ നോട്ടത്തിൽ രാജ്യവും ശക്തിയും മഹത്വം ഉള്ളതുകൊണ്ട് ഞാൻ ഈ സൈഡിൽ കൂടെ പോയി. അപ്പം അങ്ങനെ 2-3-4 വട്ടം പറഞ്ഞപ്പോൾ പിന്നെ അപ്പച്ചൻ ഒരു മിക്സി മേടിച്ചു. ഈ സാധനം കൊണ്ടുവന്നു. ഞാൻ ജ്യൂസൊക്കെ അടിച്ചു വെച്ചു. അങ്ങനെ ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ചു. എൻ്റെ അമ്മ പുറത്തേക്ക് പോയി. പുറത്തു പോയപ്പോൾ ഈ ഗ്ലാസ് ഒക്കെ വെച്ച ഈ ഷെൽഫ് പൂട്ടിയിട്ട് താക്കോലും കൊണ്ട് അമ്മച്ചി പോയി. അപ്പോഴാണ് എൻ്റെ ഉച്ചയ്ക്ക് നല്ല ചൂടുള്ള ദിവസമാണ്. എൻ്റെ കൂട്ടുകാർ എന്നെ കാണാൻ വേണ്ടി വന്നു. അപ്പം ഇവർക്ക് പൈനാപ്പിൾ ജ്യൂസ് കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ എടുത്തപ്പോൾ ഗ്ലാസ് ഇല്ല. പിന്നെ ഇതിൽ മൊത്തി കുടിക്കാൻ പറയാൻ പറ്റും, ഇത് കുടിച്ചോടാന്ന് എങ്ങനെ നാണക്കേടല്ലേ? അപ്പം ഞാൻ നോക്കുമ്പോൾ എൻ്റെ അപ്പച്ചൻ്റെ അപ്പൻ ഉപയോഗിച്ച കോളാമ്പി ഇരിക്കുന്നുണ്ട് മുൻവശത്തെ റൂമിൽ, ഷോക്കേസിൽ. 25 വർഷം മുൻപ് ഉപയോഗിച്ചാട്ടോ, 25 വർഷം മുൻപ് ഉപയോഗിച്ചതാ. അത് അമ്മച്ചി ഇങ്ങനെ ഇടയ്ക്ക് കഴുകിയൊക്കെ വൃത്തിയാക്കിയൊക്കെ ചെയ്യും. കൊടുക്കാൻ പറ്റുമോ? എന്താ ഇതെങ്ങനെ ഇരിക്കണേ? ഇപ്പൊ നമ്മൾ കേട്ടോണ്ടിരിക്കണേ ഇതെങ്ങനെ ഇരിക്കണേ? കോളാമ്പി പോലെയാണോ? ഇവിടേക്ക് കർത്താവ് വരുമോ? വെളിപാട് 3:20, ഞാൻ വാതിൽ മുട്ടുന്നു, ആരെങ്കിലും വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവനോടുകൂടെയും അവൻ എന്നോടുകൂടെയും അത്താഴം കഴിക്കും. ഇതിൻ്റെ ഉള്ളിലേക്ക് കർത്താവ് വരാൻ നമ്മുടെ ഹൃദയം വിശുദ്ധമാണോ? കർത്താവ് വിശുദ്ധീകരിക്കാനല്ലേ കർത്താവ് ഈ ലോകത്തേക്ക് വന്നത്. 1 തെസ്സലോനിക്കർ 4:3, ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ വിശുദ്ധീകരണം തന്നെ.
1 തെസ്സലോനിക്കർ 4:7 പറയുന്നു, ഞാൻ നിന്നെ അശുദ്ധിക്ക് വേണ്ടിയിട്ടല്ല, മറിച്ച് വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ്. ഉണ്ടോ? വിശുദ്ധി ഉണ്ടോ? ഇവിടെയാണ് നമ്മൾ വെളിച്ചത്തെ വരുത്തേണ്ടത്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കണം, കർത്താവേ, എൻ്റെ ഹൃദയം ചീഞ്ഞളിഞ്ഞ അവസ്ഥയാണ്, ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കർത്താവ് പാപിയെ സ്നേഹിക്കുന്നവനും പാപത്തെ വെറുക്കുന്നവനുമാണ്. ഞാൻ എൻ്റെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പാപമോചനം പ്രാപിക്കും. വിശുദ്ധ കുംഭസാരം എന്ന കൂദാശയിലൂടെ ഈ ദിവസങ്ങളിൽ അനുദപിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയം വിശുദ്ധീകരിക്കപ്പെടും. ആ ഹൃദയത്തിലേക്കാണ് ആര് വരേണ്ടത്? കർത്താവ് വരേണ്ടത്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടൻ അങ്ങനെ വെളിച്ചം കിട്ടിയ ഒരാളായിരുന്നു. അദ്ദേഹം ഒരു ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹത്തിന്റെ പിതാവ് നിരന്തരം മദ്യപിക്കുമായിരുന്നു. നിരന്തരം മദ്യപിക്കും. വീട്ടിൽ വന്ന് ഭയങ്കര ബഹളാണ്, ഒരു രക്ഷയില്ല. ചീത്ത വിളിക്കുക, ഇവരെ ഉപദ്രവിക്കുക, അതൊക്കെ ചെയ്യും. അങ്ങനെ ഒരു ഓണത്തിന്റെ സമയത്ത് ഇദ്ദേഹം വലിയൊരു മരത്തിന്റെ മുകളിൽ കെട്ടി തൂങ്ങി മരിച്ചുപോയി. ഇത് ഇങ്ങനെ ഈ അമ്മയും മക്കളും കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ഈ അച്ഛന്റെ അടക്കമൊക്കെ കഴിഞ്ഞു. ഈ ചേട്ടനും മദ്യപിക്കാൻ തുടങ്ങി. നിരന്തരം മദ്യപാനാണ്. അച്ഛനെ പോലെ തന്നെ മോനും മദ്യപിക്കാൻ തുടങ്ങി. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം ഈ മകന്റെ കൂട്ടുകാരനും അപ്പനും സ്കൂട്ടറിൽ യാത്ര ചെയ്ത സമയത്ത് അപകടത്തിൽപ്പെട്ടു. തന്റെ ഏറ്റവും ഉറ്റ സുഹൃത്തായ കൂട്ടുകാരൻ മരിച്ചുപോയി. ഇവന് സങ്കടം, ഈ ചേട്ടന് സങ്കടം സഹിക്കാൻ പറ്റിയില്ല. അത്രയും വിഷമായി. കാരണം അങ്ങനെ 7ാമത്തെ ദിവസം ഇവർക്ക് കുർബാന ഉണ്ടായിരുന്നു. അതായത് RCയിലുള്ള ഒരു ചെറുപ്പക്കാരനെ കൂട്ടുകാരനെ മരിച്ചുപോയി. അങ്ങനെ 7ന്റെ അന്ന് ഈ ചേട്ടനും കുർബാനയ്ക്ക് പോയി. വിളിച്ചിട്ട് പോയതാ, കാരണം കൂട്ടുകാരന്റെ ഓർമ്മയാണല്ലോ. അതിന് പോയതാ. അതിന് പോയപ്പോൾ അവിടെ അച്ഛൻ മദ്ബഹായിൽ നിന്ന് വിളിച്ചു പറയാണ്, അതായത് ഇന്ന് നമ്മൾ ഓർമ്മ ആചരിക്കുന്ന മകന്റെ ഏറ്റവും സ്നേഹമായിരിക്കുന്ന അപ്പനും അമ്മയും സഹോദരങ്ങളും സുഹൃത്തുക്കളുമുണ്ട്. പക്ഷേ ഇവരെക്കാൾ ഉപരി ഏറ്റവും സ്നേഹിക്കപ്പെട്ടവന്റെ അടുത്തേക്കാണ് ഇവൻ പോയത്. ഇവനെ ഏറ്റവും അധികം സ്നേഹിക്കുന്നിടത്തേക്കാണ് ആര് പോയത്? മകനും സുഹൃത്തും സഹോദരനും പോയത്. ഇത് ഈ ചേട്ടന്റെ ഹൃദയത്തില് ആഴമായി പതിഞ്ഞു. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം വീണ്ടും വീണ്ടും വചനം വായിക്കാൻ തുടങ്ങി. കാരണം ഒരു ഹൈന്ദവ സഹോദരനാണെന്ന് ഓർക്കണം. വീണ്ടും വചനം വായിക്കാൻ തുടങ്ങി. ആരാധനയിൽ സംബന്ധിക്കാൻ തുടങ്ങി. പരിപൂർണമായി അദ്ദേഹം മാനസാന്തരപ്പെട്ടു. 18 വർഷമായി ആള് മദ്യപിച്ചിട്ട്. 18 വർഷമായി ആള് മദ്യപിച്ചിട്ട്. ഏത് കിട്ടി പ്രിയപ്പെട്ടവരെ? വിശുദ്ധ യോഹന്നാൻ 8:12, ഞാൻ ലോകത്തിന്റെ ആ കർത്താവിനെ കിട്ടിയ ചേട്ടന്. നമ്മള് അമ്മയുടെ വയറ്റിൽ ഉരുവായ സമയം മുതൽ കേൾക്കണതാ. എന്ത്? ഈ വചനം കേൾക്കണതാ അല്ലെ? വചനം കേൾക്കണതാ. നമ്മൾ അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തു വന്നപ്പോഴും ഇത് കേട്ടുകൊണ്ടിരിക്കുക. എല്ലാ ഞായറാഴ്ചകളിലും കേൾക്കുന്നുണ്ട്. കൺവെൻഷൻ എവിടെയുണ്ടോ അവിടെ പോയി കേൾക്കും. യുവജന പ്രസ്ഥാനത്തിൽ കേട്ടു, പറഞ്ഞു. സ്ത്രീ സമാജത്തിൽ കേട്ടു, പറഞ്ഞു. പിന്നെ എല്ലാ മൊബൈൽ ഫോണിൽ കൂടെ പ്രസംഗങ്ങൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ഈ വീണ വിത്തെ മുളച്ചണ്ട. ചക്കപ്പഴത്തിന്റെ ഉള്ളിൽ എന്ത് കിട്ടും? ചക്കക്കുരു കിട്ടും അല്ലേ? ചക്കക്കുരു നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് മണ്ണിൽ കൊണ്ടുപോയി കുഴിച്ചിട്ട് നോക്കിയേ, കുറച്ചു ദിവസം കഴിഞ്ഞ് കഴിയുമ്പോ ഇത് മുളച്ചു വരും അല്ലേ? മുളച്ചു വരും. മാങ്ങയുടെ ഉള്ളിൽ എന്തുണ്ട്? മാങ്ങാണ്ടി ഉണ്ട്. മാങ്ങാണ്ടി നമ്മൾ കൊണ്ടുപോയി, അതായത് മാങ്ങാപ്പഴത്തിന്റെ കേട്ടോ, അത് കൊണ്ടുപോയി നമ്മൾ കുഴിച്ചിട്ടാൽ അത് മുളച്ചു വരും അല്ലേ? നമ്മുടെ തൊട്ടടുത്തുള്ള ഈ കനാലോ അല്ലെങ്കിൽ എന്തെങ്കിലും തോടിന്റെ അടുത്ത് പോയിട്ട് വെള്ളം വറ്റി കഴിയുമ്പോൾ നോക്കണം. നല്ല ഉരുളൻ കല്ലുകൾ കിട്ടും, മിനുസുള്ള ഉരുളൻ കല്ലുകൾ കിട്ടും. ആ ഉരുളൻ കല്ല് കൊണ്ടുവന്നിട്ട് നമ്മൾ കുഴിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. മുളയ്ക്കോ? എന്താ? അതിന് ജീവനില്ല. മറ്റേതിന് എന്തുണ്ട്? ജീവനുണ്ട്. നമ്മൾ കേൾക്കുന്ന വായിക്കുന്ന വചനത്തിന് എന്തുണ്ട്? ജീവനുണ്ട്. ഈ ജീവനുള്ള വചനം എന്റെ ഹൃദയത്തിൽ വീണിട്ട് മുളച്ചണ്ട. മുളച്ചത് വളർന്നണ്ട. വളർന്നതില് എന്തെങ്കിലും ഉണ്ടാ? എന്താ
എന്താ ആത്മാവിന്റെ ഫലമോ? ഗലാത്യർ 5:22 ആത്മാവിന്റെ ഫലമോ സ്നേഹമുണ്ടോ? സ്നേഹമുണ്ടോ? പിന്നിലുള്ള സ്നേഹമുണ്ടോ? സന്തോഷമുണ്ടോ? സമാധാനമുണ്ടോ? ദീർഘക്ഷമയുണ്ടോ? ദയുണ്ടോ? പരോപകാരമുണ്ടോ? വിശ്വസ്തതയുണ്ടോ? സൗമ്യതയുണ്ടോ? ഇന്ദ്രിയജയുണ്ടോ? എത്ര പറഞ്ഞു? ഉണ്ടാ? എന്തോരം നാളാ ഇത് കേക്കണേ അച്ഛാ. ഇതുവരെ കേട്ടിട്ട് നമ്മൾ മാറി ചിന്തിച്ചിട്ടില്ല. ഇനിയാണ് അച്ഛൻ്റെ ഒരു പ്രസംഗം അല്ലേ? അടുത്ത വർഷം ഉണ്ടാവോ പെരുന്നാളിന്? കഴിഞ്ഞ വർഷമുള്ളവർ ഇപ്പൊ ഉണ്ടോ? കഴിഞ്ഞ വർഷമുള്ളവർ എല്ലാവരും ഉണ്ടോ? ചിലരൊക്കെ പോയില്ലേ? അവര് കുഴപ്പക്കാരായിട്ടാണോ? അല്ല. നമ്മൾ മെച്ചമുള്ളവരായിട്ടാണോ? അല്ല. നമ്മളിലൂടെ ദൈവത്തിന് എന്തോ പ്രവർത്തിക്കാനുള്ളത് കൊണ്ടാണ്. ആ പ്രവർത്തിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ശ്രവിച്ച വചനം മുളച്ച് അത് വളർന്ന് വിത്തായി, അതായത് അതിൽ ഫലങ്ങൾ ഉണ്ടാവണം. ഫലങ്ങൾ ഉണ്ടാവണം അല്ലേ? അച്ഛൻ പറയാണ് നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ. എത്ര പ്രാവശ്യം പറയുന്നുണ്ട് കുർബാനയില്? അത് പറയണ്ട. അതിപ്പോ അച്ഛന് ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്കെല്ലാവർക്കും അല്ല, എന്തോരം നാളായി ഈ കുർബാനയിൽ സംബന്ധിക്കണേ. അതിപ്പോ അതൊക്കെ നോക്കാൻ പറ്റും. അച്ഛ ഇടയ്ക്ക് ഇങ്ങനെ പറയും നിങ്ങൾക്കെല്ലാവർക്കും എന്നിട്ട് ഈ സമാധാനം കിട്ടണ്ടോ? എത്ര പ്രാവശ്യം പറയുന്നുണ്ട്? 10? 8? ഒന്ന് ഉറപ്പിക്കുക. ഞാൻ പണ്ട് ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയി കഴിഞ്ഞപ്പോ കൈക്കാരന്റെ വീട്ടിലായിരുന്നു ഭക്ഷണം. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോ ആള് പറഞ്ഞു, ഒരു സംഭവം പറഞ്ഞു. ഒരാള് ചെറുപ്പക്കാരൻ കുമ്പസാരിക്കാൻ വന്നപ്പോ അച്ഛൻ ചോദിച്ചു, മോനെ എത്ര കൽപ്പനയുണ്ടാ? 10. 10? അല്ല 12. 12? അല്ല 15. 15? അച്ഛൻ അങ്ങോട്ടില്ല 20 എണ്ണം. അച്ഛൻ പറഞ്ഞു, മോനെ ആദ്യം പോയിട്ടേ കൽപ്പന പഠിച്ചിട്ട് വരാൻ പറഞ്ഞു. ഇവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഇവന്റെ കൂട്ടുകാരൻ കുമ്പസാരിക്കാൻ വരാം. അപ്പൊ ചോദിച്ചു, എടാ നീ കൽപ്പന എടാ നമ്മൾ സൺഡേ സ്കൂളിൽ പഠിച്ചേക്കണതല്ലേ? എത്ര? 10. 10? ഇവിടെ 20 പറഞ്ഞിട്ട് അച്ഛൻ സമ്മതിച്ചില്ല നിന്റെ 10 കൊണ്ട് ചെല്ലാൻ. അപ്പൊ തറപ്പിച്ച് ചോദിച്ചാ പെടും. നമുക്ക് നോക്കാം. അതായത് ഏവൻഗേലിയം വായിക്കും അച്ഛൻ പറയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ അല്ലേ? 1. യാചിക്കേണ്ട സമയം ഇതാ എന്നുള്ള ഗീതം കഴിഞ്ഞിട്ട് അച്ഛൻ ദർഗായിൽ കയറിയിട്ട് പറയാണ് നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ. 2. അൻപുടയോനെ നിൻവാതിൽ എന്നുള്ള ഗീതം ചൊല്ലുന്നതിന് മുമ്പ് അച്ഛൻ പറയുന്നു നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ. തിരശീല നീക്കിയതിനു ശേഷം സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന ചൊല്ലിയതിനു ശേഷം പറയും നിങ്ങൾക്കെല്ലാവർക്കും. 3ാമത്തെ ആശീർവാദത്തിന് മുമ്പ് അച്ഛൻ വീണ്ടും പറയുന്നു നിങ്ങൾക്കെല്ലാവർക്കും. എത്രനായി? കഴിഞ്ഞ? ഇല്ല. കൃതജ്ഞതാ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം അച്ഛൻ പറയുന്നു നിങ്ങൾക്കെല്ലാവർക്കും. ഏറ്റവും അവസാനം പറയുന്നു നിങ്ങൾ തെളിഞ്ഞ് തൃപ്തരായി സമാധാനത്താലെ പോകും. എന്നിട്ട് കിട്ടേണ്ടത് 6 പ്രാവശ്യം പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അല്ല 7 ഇല്ല, 7 ഏറ്റവും അവസാനം പറയണത്. ഞാൻ പറഞ്ഞു തന്നിട്ട് ഇത് കിട്ടണ്ടെന്ന് ചോദിക്കണേ. ഇത് ഉണ്ടാവണം പ്രിയപ്പെട്ടവരെ. വെളിച്ചം കിട്ടണം. അങ്ങനെ വെളിച്ചം കിട്ടിയ ആളുകൾ വേദപുസ്തകത്തിലുണ്ട്. ആര്? യൗസേഫ്, പൂർവ്വപിതാവായിട്ടുള്ള യൗസേഫ് അല്ലേ? അവന് വെളിച്ചം കിട്ടി, ദൈവത്തിന്റെ വെളിച്ചം കിട്ടിയ ആളാണ്. കുഴിയിൽ നിന്നും സിംഹാസനത്തിലേക്ക് ഈ വെളിച്ചം കിട്ടിയപ്പോൾ അവൻ മാറി. അവന് സഹോദരന്മാർ അവനെ വിറ്റുകളഞ്ഞു അല്ലേ? വിറ്റുകളഞ്ഞു, അടിമയാക്കപ്പെട്ടു, തടവുകാരനാക്കി. പക്ഷേ ഇരുട്ട് സ്ഥിരമല്ല പ്രിയപ്പെട്ടു, ഇരുട്ട് സ്ഥിരമല്ല. ദൈവം പ്രകാശം ഒരുക്കിയിരിക്കും. ഇതുപോലെ തന്നെയാണ് മോശ മരുഭൂമിയിൽ അല്ലേ? 40 വർഷം മരുഭൂമിയിൽ ഇരുട്ടുണ്ടായിരുന്നു. മിസ്രൈമി അടിമത്തത്തിൽ നിന്ന് ജനങ്ങളെ വിടുവിച്ചു കൊണ്ടുവന്നു അല്ലേ? പ്രകാശത്തിലേക്ക് നയിച്ച ദൈവത്തിന്റെ ദാസനായിരുന്നു ആര്? മോശ അല്ലേ? പൗലോസ്ലീഹ. ആത്മീയ ഇരുട്ടിൽ നിന്ന് ദൈവം അവനെ സത്യത്തിന്റെ പ്രകാശത്തിലേക്ക് കൊണ്ടുവന്ന ഒരു മിഷണറി വീരനായിട്ട് അവനെ മാറ്റി. കണ്ടോ? നമുക്കും അങ്ങനെ മാറ്റും. എങ്ങനെയൊക്കെ ചെയ്യണം? ദൈവത്തിന്റെ പ്രകാശം അനുഭവിക്കാൻ എന്തൊക്കെ ചെയ്യണം? ദിവസേന വചനം വായിക്കണം. ഉണ്ടോ? അത് വായിക്കാറുണ്ടോ?
മുട്ടുണ്ടാകും പക്ഷേ അവനൊക്കെ എടുത്ത് സ്വഭാവത്തിനൊക്കെ പ്രാണം താഴ്പ്പിക്കുന്ന അവൻ പ്രാണത്തിൽ തന്നെ നീപ്പിക്കുന്ന കുരിന്ത്. ഇങ്ങനെയാണോ വായിക്കട്ടെ അല്ലേ? ഒരു പ്രൊക്ലെയിം ചെയ്യണം, പ്രഖ്യാപിക്കണം, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാവുകയില്ല. കുർബാന ചെല്ലുമ്പോൾ നിങ്ങളൊന്നാലും നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് കരുണ മനോഗുണം യാചിക്കണം. കാരുണ്യവാനായ കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ, സ്തുതിയും സ്തോത്രം പ്രഭു എന്ന് ചൊല്ലിക്കഴിഞ്ഞ് നിങ്ങൾ എന്ത് വിചാരിക്കും? ഈ മനുഷ്യനുണ്ടല്ലോ ഇങ്ങേരെ എവിടേക്ക് പോണേന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ വചനം വായിക്കുമ്പോൾ കൃത്യതയോടുകൂടി, കാരണം വചനം എന്ന് പറയുന്നത് എന്താണ്? ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. ഇത് വായിക്കുമ്പോൾ തന്നെ ദൈവം നമുക്ക് അനുഗ്രഹം നൽകും. അപ്പോൾ വചനം വായിക്കണം. 119 സങ്കീർത്തനം 109 വാക്യം എന്താ? കർത്താവിന്റെ വചനം കാലിന് വിളക്കും പാതയ്ക്ക് പ്രകാശമാകുന്നു അല്ലേ? കർത്താവിന്റെ വചനം വായിക്കണം, സ്ഥിരമായി പ്രാർത്ഥിക്കണം, വ്യക്തിപരമായ പ്രാർത്ഥന ഉണ്ടാകണം, പിന്നെ യാമപ്രാർത്ഥനകളൊക്കെ നമ്മൾ ചെയ്യണം, പിന്നെ വിശ്വാസ ജീവിതം ഉണ്ടാവണം. പാപം എന്ന് പറഞ്ഞാൽ അന്ധകാരമാണ്, വിശുദ്ധി എന്ന് പറഞ്ഞാൽ പ്രകാശമാണ്. ഇത് നമ്മൾക്ക് ജീവിതത്തിൽ ഉണ്ടാകണം. സഭയോടൊപ്പം ജീവിക്കണം, വിശുദ്ധ ആരാധനകൾ സംബന്ധിക്കണം, വിശുദ്ധ വേദപുസ്തകം വായിക്കണം, നോമ്പെടുക്കണം, വിശുദ്ധ കുർബാന അനുഭവിക്കണം, കുർബാനയിൽ ആത്മാർത്ഥമായിട്ടും സംബന്ധിക്കണം. പിന്നെ നന്ദിയോടെ ജീവിക്കണം, നന്ദി ഉണ്ടാവണം, നന്ദി. 10 കുഷ്ഠരോഗികളെ കർത്താവിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ 10 കുഷ്ഠരോഗികൾ യേശു തമ്പുരാൻ പറഞ്ഞു, നിങ്ങൾ പോയി പുരോഹിതന്മാരെ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ പോണ വഴിയിൽ ആർക്ക് കിട്ടി? സൗഖ്യം കിട്ടി. പക്ഷേ ഒരാൾ മാത്രം അടങ്ങി വന്നുള്ളൂ. നമ്മളൊക്കെ ആ ഒരാളുടെ കൂട്ടത്തിലുള്ള ആളായിരിക്കണം കേട്ടോ. ആ ഒരാളുടെ കൂട്ടത്തിലുള്ള ആളായിരിക്കണം പ്രിയപ്പെട്ടവരെ. നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. അതുകൊണ്ടാണ് എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവിടുത്തെ സർവാന്തരംഗമേ അവിടുത്തെ വാഴ്ത്തുക, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവിടുത്തെ ഉപകാരങ്ങൾ ഒരിക്കലും മറക്കരുത്. മറക്കുവോ? ആരെ? കർത്താവിനെ മറക്കരുത്, ചെയ്ത ഉപകാരങ്ങൾ മറക്കരുത്. അപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? പറഞ്ഞത് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞേ? ഒന്ന് കേക്കട്ടെ. എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞേ? പോയി എല്ലാം ഗ്യാസ് പോലെ പോയി. തുറന്ന മനസ്സുണ്ടാവണം. 2, കർത്താവെ എന്നോട് വ്യക്തിപരമായും സംസാരിക്കണം. 3, കണ്ണ് തുറന്നിരിക്കണം. എല്ലാവരും ഏകദേശമൊക്കെ കണ്ണൊന്നും അടഞ്ഞിട്ടില്ല എന്ന് തോന്നണേ, കണ്ണൊക്കെ തുറന്നായിരുന്നേ അല്ലേ? വീണ്ടും നമ്മൾ വായിച്ചത് പിന്നെ പറഞ്ഞ ബെഞ്ചമിൻ ഫ്രാങ്കലിൻ്റെ ഒരു സംഭവമാണ് പറഞ്ഞത്. അതായത് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുൻവശത്ത് ആ വിളക്ക് കത്തിച്ചപ്പോൾ അവിടെ പോണ ആൾക്കാർക്കൊക്കെ ഒരു പ്രകാശം കിട്ടി. അതുപോലെ തന്നെ ആ ദേശം മുഴുവൻ എന്തായിട്ട് മാറി? പ്രകാശപൂരിതമായിട്ട് മാറി അല്ലേ? പ്രകാശപൂരിതമായിട്ട് മാറി. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഉണ്ട്. തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥ, ശൂന്യമായിട്ടുള്ള അവസ്ഥ, പ്രാർത്ഥന കേൾക്കണില്ലല്ലോ എന്നുള്ള നിരാശ, സാമ്പത്തിക ബുദ്ധിമുട്ട്, രോഗങ്ങൾ, കടബാധ്യത എന്ന് വേണ്ട എല്ലാം ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട്, എന്തൊരു ജീവിത കർത്താവേ അല്ലേ? പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അങ്ങനെ ചിന്തിച്ച ആളല്ലായിരുന്നു ആര്? ദാവീദ്. ദാവീദ് പറയണ, യഹോവേ നീ എൻ്റെ വെളിച്ചമാകുന്നു, എൻ്റെ അന്ധകാരത്തെ മാറ്റും, പ്രകാശമാക്കും. ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇതുപോലെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവഗണന ഉണ്ടായിട്ടുണ്ട്, ശൗലിൻ്റെ പീഡനം ഉണ്ടായിട്ടുണ്ട്, ഒളിവ് ജീവിതം ഉണ്ടായിട്ടുണ്ട്, പാപത്തിൻ്റെ അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇവൻ പറഞ്ഞത് എന്താ? യഹോവേ നീ എൻ്റെ ദീപമാകുന്നു, എൻ്റെ അന്ധകാരത്തെ പ്രകാശമാകും. അവൻ്റെ ജീവിതം പ്രകാശപൂരിതമായിട്ട് മാറി. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ അവഗണനകൾ അല്ലേ? താരതമ്യപ്പെടുത്തുക, ഒരിക്കലും താരതമ്യപ്പെടുത്തരുത്. ഒരിക്കലും, അതായത് നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ കേൾക്കണം, അവർക്ക് പ്രോത്സാഹനം കൊടുക്കണം. അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം പ്രിയപ്പെട്ടവരെ. അതുപോലെ തന്നെ പീഡനങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോഴും നമ്മുടെ ജീവിതം പാപത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമ്മൾ എന്ത് പറയണം? കർത്താവേ നീ എൻ്റെ ദീപമാകുന്നു, എൻ്റെ അന്ധകാരത്തെ പ്രകാശമാകും. അപ്പം അങ്ങനെ വെളിച്ചത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നുണ്ട് 2 വെളിച്ചങ്ങൾ ഉണ്ടാക്കി. ഒന്ന് സൂര്യനും ചന്ദ്രനും, പിന്നെ 2, അതായത് പകൽ വാഴേണ്ടതിന് വലിയ വെളിച്ചവും ഇരുൾ വാഴേണ്ടതിന് ചെറിയ വെളിച്ചവും അല്ലേ? ഇതിനൊക്കെ ആരുണ്ടാക്കിയത്? ദൈവമാണ് ഉണ്ടാക്കിയത് അല്ലേ? ദൈവമാണ് ഉണ്ടാക്കിയത്. ഭൂമിയുടെ ആദ്യത്തെ അവസ്ഥ എങ്ങനെയായിരുന്നു? പാഴായിരുന്നു, ശൂന്യമായിരുന്നു, ഇരുളുണ്ടായിരുന്നു. ആഴത്തിന്മീതെ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചു, വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ വെളിച്ചമുണ്ടായി. ആരെങ്കിലും ഇങ്ങനെ ക്രമമില്ലാത്ത പോകുന്നൊരവസ്ഥയാണെങ്കിൽ കർത്താവിൻ്റെ വെളിച്ചം നമുക്ക് ലഭിക്കും. അതാണ് വിശുദ്ധ യോഹന്നാൻ 8:12 ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു.
അപ്പോൾ ആ ചേട്ടൻ്റെ, എൻ്റെ അയൽവക്കത്തുള്ള ചേട്ടൻ്റെ അനുഭവം കൂടെ പറഞ്ഞല്ലോ. ആ ജീവിതത്തിൽ 18 വർഷം അയാൾ പിന്നെ മദ്യപിച്ചിട്ട് അദ്ദേഹം ഒരു വീട് പണിതു, അദ്ദേഹം കല്യാണം കഴിച്ചു, 2 മക്കളുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹോദരിയെ BSc നഴ്സിങ്ങിന് വിട്ടു, വേറൊരു BSc നഴ്സിങ്ങിനെ കൊണ്ട് കെട്ടിച്ചു. ഇന്നും ആള് സുവിശേഷ വേലയ്ക്കായിട്ടാണ്. അദ്ദേഹം വാർക്കപ്പണിയാണ്. വാർക്കപ്പണി കഴിഞ്ഞ് വന്നാലും സുവിശേഷ വേലയ്ക്ക് പോകും. കാരണം ആ വെളിച്ചം കിട്ടി. ആരെ കിട്ടി? ക്രിസ്തുവിനെ കിട്ടി. അങ്ങനെ വെളിച്ചം കിട്ടിയ ആൾക്കാരാണ് ആര്? 1 യോസഫ്, 2 മോശ, 3 പൗലോസ്ലീഹ, 4 നാലാമത്തെ പറഞ്ഞില്ലല്ലോ അച്ഛാ. ഞാൻ 4-ാമത്തെ ആളാരാ? ഞാൻ അല്ലേ? ഞാൻ. മറ്റുള്ളവന്റെ മുൻപിൽ വായിക്കപ്പെടേണ്ട സുവിശേഷം ആരാ? എന്റെ ഭാര്യയുടെ മുൻപിൽ വായിക്കപ്പെടേണ്ട സുവിശേഷം ആരാ? ഞങ്ങളാ. ഞാൻ എന്റെ ഭർത്താവിന്റെ മുൻപിൽ വായിക്കപ്പെടേണ്ട സുവിശേഷം ഞാനാണ്. എന്റെ മക്കളുടെ മുൻപിൽ, എൻ്റെ അയൽവക്കക്കാരുടെ മുൻപിൽ വായിക്കപ്പെടേണ്ട സുവിശേഷം ആരാ? ഞാൻ അല്ലേ? എന്ത് ചെയ്യണം? അങ്ങനെ വെളിച്ചമായി തീരാൻ പ്രാർത്ഥിക്കും. വചനം വായിക്കണം, പ്രാർത്ഥിക്കണം, യാമപ്രാർത്ഥനകൾ ചൊല്ലണം, വിശുദ്ധ കുർബാന സംബന്ധിക്കണം, നന്ദിയുള്ളവരായിരിക്കണം. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? മനസ്സിലായിട്ടുള്ളവർക്കും മനസ്സിലാവാത്തവർക്കും. ഒരിക്കലും ഒരു കൊച്ച് ഒരു അച്ഛൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, അച്ഛാ ഇന്ന മഞ്ച്. അപ്പം അച്ഛൻ പറഞ്ഞു, വേണ്ട, എനിക്ക് വേണ്ട, എനിക്ക് ഷുഗറടാ. വീണ്ടും കൊടുത്തു. നിർബന്ധം സഹിക്കുക വയ്യാതെ അച്ഛൻ പോക്കലെടുത്തിട്ടു. കൊച്ചു ഭയങ്കര കരച്ചില്. ഈ കൊച്ചു ടീച്ചർ എടുത്തിട്ട് പോയിട്ട് പറഞ്ഞു, എൻ്റെ പൊന്ന് ടീച്ചർ, എൻ്റെ മഞ്ചെടുത്ത് അച്ഛൻ പോക്കറ്റിലെടുത്തിട്ടു ടീച്ചറെ. ടീച്ചർ ഒരു ചൂരലായിട്ട് അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛൻ എന്തൊട്ട് പരിപാടി കാണിച്ചേ? ആ കൊച്ചിന് തിന്നാൻ കൊടുത്ത മഞ്ചെടുത്ത് അച്ഛൻ പോക്കറ്റിലെടുത്തിട്ടൂലെ. എൻ്റെ പൊന്ന് ടീച്ചറെ, ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞതാ, വേണ്ടെന്ന് പറഞ്ഞതാ. നിർബന്ധം സഹിക്കുക വയ്യാതെ ഞാൻ പോക്കറ്റിലെടുത്തിട്ടതാ. അതെന്തിനാ തന്നേന്നറിയാമോ അച്ഛാ? അതിൻ്റെ കവർ പൊളിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പറഞ്ഞത് മനസ്സിലായോ? ഇന്ന് വൈകിട്ടുണ്ടോ കൺവെൻഷൻ? നോക്കട്ടെ അച്ഛൻ, ഇന്ന് വൈകിട്ടത്തെയും കൂടി ഒന്ന് നോക്കട്ടെ. നോക്കാം അല്ലേ? പ്രിയപ്പെട്ടവരെ, ഇപ്പോഴാണ് സുപ്രസാദ കാലം, ഇപ്പോഴാണ് രക്ഷാകര സമയം. പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ വാഴ്ത്തപ്പെട്ട സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല മധ്യാഹ്നത്തിനായി ദൈവത്തോട് നന്ദി പറയുന്നു. പരിശുദ്ധ അന്ത്രയോസ് പിതാവിൻ്റെ ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ദൈവവചന ശുശ്രൂഷയിൽ കർത്താവെ, ഞങ്ങൾക്ക് പങ്കുകൊള്ളുവാൻ ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായിട്ട് ദൈവത്തോട് നന്ദി പറയുന്നു. യേശുവെ, അമ്മയുടെ ഉദരത്തിൽ ജീവന്റെ തുടിപ്പായ സമയം എൻ്റെ അമ്മ അറിഞ്ഞു. എൻ്റെ വയറ്റിൽ ഒരു കുഞ്ഞ് ഇതാ രൂപം കൊണ്ടിരിക്കുന്നു. എൻ്റെ അമ്മ അറിഞ്ഞ സമയം, എൻ്റെ അമ്മ എൻ്റെ അപ്പയോട് പറഞ്ഞ സമയം, എൻ്റെ അപ്പയും അമ്മയും ഒരുമിച്ച് സന്തോഷിച്ച സമയം, എൻ്റെ അപ്പയും അമ്മയും എൻ്റെ വീട്ടിലുള്ളവരോട്, എൻ്റെ അയൽവക്കക്കാരോട്, എൻ്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞ ആ സന്തോഷകരമായ നിമിഷം, എൻ്റെ അമ്മയുടെ വയറ്റിൽ ഞാൻ പൂർണ്ണ വളർച്ചയെത്തി ഈ ലോകത്തിലേക്ക് ജനിച്ച സമയത്തെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ഓരോ ദിവസത്തെ, ഓരോ ആഴ്ചയിലെ, ഓരോ മാസത്തെ, ഓരോ വർഷത്തിലെ വളർച്ച കർത്താവെ ഇതുവരെ എന്നെ നടത്തി. എനിക്ക് ആദ്യമായിട്ട് ആദ്യാക്ഷരം കുറിച്ചു തന്ന എൻ്റെ പ്രിയപ്പെട്ട ഗുരു, എന്നെ മാമോദീസ മുക്കി എൻ്റെ അച്ഛനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. എന്നെ പഠിപ്പിച്ച എല്ലാ ഗുരുക്കന്മാരെ ഓർത്ത് നന്ദി പറയുന്നു. എൻ്റെ ജീവിത വളർച്ചയിൽ സഹായിച്ച എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ അപ്പയെയും അമ്മയെയും ഓർത്ത് നന്ദി പറയുന്നു. എൻ്റെ കൂടപ്പിറപ്പുകളെ ഓർത്ത് നന്ദി പറയുന്നു. എൻ്റെ സുഹൃത്തുക്കളെ ഓർത്ത് നന്ദി പറയുന്നു. എൻ്റെ ജീവിത പങ്കാളിയെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. എനിക്ക് തന്ന ജോലിക്കായിട്ട് നന്ദി പറയുന്നു. എൻ്റെ മക്കൾക്കായിട്ട് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ഭവനത്തിന്, എനിക്ക് സഞ്ചരിക്കാൻ തന്ന വാഹനത്തിന്, എൻ്റെ പള്ളിക്കായിട്ട് ദൈവത്തോട് നന്ദി പറയുന്നു. എൻ്റെ പള്ളിയിലുള്ള അച്ഛന്മാരെ ഓർത്ത് നന്ദി പറയുന്നു. എൻ്റെ ഭദ്രാസനം ഉൾപ്പെട്ട അഭിവന്ദ്യ തിരുമേനിയെ ഓർത്ത് നന്ദി പറയുന്നു. എൻ്റെ സഭയിലുള്ള എല്ലാ ഞങ്ങളുടെ പരിശുദ്ധ കാതോലിക്ക ബാവയെ ഓർത്ത് നന്ദി പറയുന്നു. എല്ലാ അഭിവന്ദ്യ പിതാക്കന്മാർ, എല്ലാ വൈദികരെ, എല്ലാ ഷമ്മാശന്മാരെ, എല്ലാ സെമിനാരി സ്റ്റുഡൻസിനെ, എല്ലാ കന്യാസ്ത്രീ അമ്മമാരെ,
ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ജീവിത വളർച്ചയിൽ ഇതുവരെ താങ്ങും തണലുമായി കരുതിയവർ, സഹായിച്ചവർ എല്ലാവരെയും ഓർത്ത് നന്ദി പറയുന്നു. എൻ്റെ കാഴ്ചയ്ക്കായി, എൻ്റെ കേൾവിക്കായി, എൻ്റെ സംസാരത്തിനായി, എൻ്റെ ചിന്തകൾക്കായി, എൻ്റെ പ്രവർത്തനങ്ങൾക്കായി, എൻ്റെ ആരോഗ്യത്തിനായി നന്ദി പറയുന്നു. യേശുവേ, നന്ദിയോടെ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇത്രമാത്രം നന്മകൾ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടും ഞാൻ പലപ്പോഴും അങ്ങയെ വേദനിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ നോട്ടം കൊണ്ട് ഞാൻ പലപ്പോഴും അങ്ങയെ വേദനിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ കേൾവി കൊണ്ട് ഞാൻ അങ്ങയെ വേദനിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ സംസാരം കൊണ്ട് ഞാൻ അങ്ങയെ വേദനിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ചിന്തകൾ കൊണ്ട്, എൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഞാൻ അങ്ങയെ വേദനിപ്പിച്ചിട്ടുണ്ട്. ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവി തരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവർ എന്നോട് മത്സരിക്കുന്നു. കാള തന്റെ ഉടയവനെ, കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടി അറിയുന്നു, എൻ്റെ ജനമോ എന്നെ അറിയുന്നില്ല. എത്രമാത്രം നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ട്. ആ വേദനിപ്പിച്ചതിന് പാപപരിഹാരമായി ക്രൂശിൽ കിടന്ന കർത്താവിനെ നമുക്ക് കാണാം. യഥാർത്ഥ വെളിച്ചമായ കർത്താവിനെ നമുക്ക് കാണാം. യേശുവേ, എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ. അങ്ങ് രാജാവായി വാഴണമേ. യേശുവേ, തിരുശരീര രക്തമാകുന്ന തീക്കട്ടിയിലൂടെ എൻ്റെ ജീവിതത്തിലേക്ക്, വചനമാകുന്ന അപ്പത്തിലൂടെ യേശുവേ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, എൻ്റെ ജീവിത പങ്കാളി അനുഗ്രഹിക്കണമേ, എൻ്റെ മക്കളെ അനുഗ്രഹിക്കണമേ, എൻ്റെ ഇടവകയെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ അച്ഛന്മാർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവരുടെ ശുശ്രൂഷ ഒക്കെ അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. യേശുവെ, തന്ന എല്ലാ കൃപകൾക്കായിട്ട് നന്ദി പറയുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തുവാണ്. ഇനി ഞാനല്ല, എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിനെ പേറിക്കൊണ്ട് ആത്മീയ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ എന്നെ യോഗ്യരാക്കണമേ. ആ കൃപ കൊണ്ട് എന്നെ നിറയ്ക്കണമേ. കുടുംബജീവിതം അനുഗ്രഹിക്കണമേ. അമ്മേ, മാതാവേ, പരിശുദ്ധ പിതാക്കന്മാരെ മധ്യസ്ഥം വഹിക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ കാവൽ പിതാവായ അന്ത്രയോസ് പിതാവെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ആയുധ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ ആമേൻ. ഇത്രയും സമയം വചനം പറയാൻ അവസരം തന്ന ദൈവത്തെ മഹത്വപ്പെടുത്താണ്. പ്രത്യേകിച്ച് എന്നെ ക്ഷണിച്ച ബഹുമാനപ്പെട്ട വികാരി അച്ഛനോടുള്ള പ്രത്യേകമായി നന്ദി ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. കേട്ടിരുന്ന നിങ്ങളേവരോടും നന്ദി പറയണു. അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുക. എന്തും മനുഷ്യരാ നിങ്ങൾ. ഒന്ന് പ്രാർത്ഥിക്കാന്ന് ചുമ്മാ പ്രാർത്ഥിക്കണം കേട്ടോ. കാരണം നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഇങ്ങനെ പ്രസംഗിക്കാൻ. ഇന്ന് ഞാൻ ഇങ്ങോട്ട് പോരുമേ, എൻ്റെ അപ്പനും അമ്മയും എൻ്റെ ഭാര്യയും വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ഇങ്ങനെ, ഇത് ചുമ്മാ പറയണതല്ല. ഞാൻ വെളുപ്പിന് പോരുമേ ഞാൻ പറഞ്ഞു, അമ്മച്ചി എഴുന്നേറ്റ് വന്നു. ഞാൻ 1:15 വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അമ്മച്ചി എഴുന്നേറ്റ് വന്നു. അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി പ്രാർത്ഥിക്കണം കേട്ടോ. പൊക്കോ, പ്രാർത്ഥിക്കാട്ടോ. എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും എൻ്റെ ഭാര്യയുടെയും പ്രാർത്ഥന കൊണ്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ. അപ്പോൾ എന്തൊരു ശക്തിയായിരിക്കും അല്ലേ. അപ്പം നമ്മൾ എവിടെ പ്രസംഗിക്കാൻ പോയാലും ആ സമൂഹത്തിന് വേണ്ട ദൈവവചനം പറയാൻ പറ്റും. ഇന്ന് എൻ്റെ ചിന്തകളൊന്നല്ല നിങ്ങളോട് പറഞ്ഞത്. ദൈവം സംസാരിച്ചു, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടു. കേൾക്കാൻ ചെവിയുണ്ടെങ്കിൽ കേൾക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.